കഴിഞ്ഞ 25 വർഷമായിട്ട് തുടർച്ചയായിട്ട് അദ്ദേഹം ഇവിടെ MLA ആയിട്ട് വരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. യാതൊരുവിധ വികസന പ്രവർത്തനങ്ങൾ പല പദ്ധതികളും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ ഇത് കാരണമാണ് സ്കൂളുകളും മറ്റ് വികസന പ്രവർത്തനങ്ങൾ തനതായി ഒരു വികസന പ്രവർത്തനം ഒരു പുതിയ മേഖലയിൽ കടന്നു കയറാനാണ്. അല്ലെങ്കിൽ ഇപ്പം തന്നെ പറവൂർ ടൗണിൽ കോടതി പരിസരം കണ്ടില്ലേ? സതീശനെ കൊണ്ട് ഉണ്ടാകാൻ വേണ്ടി എന്താ കഴിഞ്ഞ സീസണിലും സതീശനെ ജയിപ്പിച്ച് കയ്യും കാണിച്ച് അങ്ങോട്ട് പോയതാണ്. പിന്നെ കൈ കാണിക്കാൻ വന്നിട്ടില്ലല്ലോ. അപ്പോൾ പോയി കൊണ്ടുവന്നു. ഞങ്ങളുടെ അവിടെ നിന്ന് തന്നെയാണ്, ഞങ്ങളുടെ പടിഞ്ഞാറ് വശത്ത് തന്നെയാണ് ഞാൻ അങ്ങനെ പോയി കൊണ്ടുവന്നു. അതേ ചോദിച്ചു നോക്കിക്കോ സതീശനോട്. അതേ പിറ്റാഴ്ചയിൽ റോഡ് അതെവിടെ നിന്ന് ഉളച്ച് എവിടെ നിന്ന് വന്ന് അതാണ് അത് അറ്റം വരെ. അതായത് ഈ ഷാപ്പുംപടിക്ക തെക്കുവശം തയ്യപ്പിന്ന് തുടങ്ങി അങ്ങോട്ടെല്ലാം റെഡിയായി ഒക്കെ ടൈലിട്ടേക്ക്. ആരെങ്കിലും എല്ലാത്തിലും കൈയിട്ട് വരികയല്ല എങ്ങനെയാണ്? ആരെങ്കിലും ഒരാളെ ജയിപ്പിച്ച് നമുക്ക് എന്തെങ്കിലും കാര്യം തരണ്ടേ അല്ലേ? ആരുമില്ലാത്തതിന് ഈ വാടക കൊടുത്ത് ജീവിക്കുന്നവന് ഈ 4 കിലോ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. എനിക്ക് 64 വയസ്സായി. ഇന്ന് ഞാൻ കഷ്ടപ്പെട്ടാണ് ജീവിക്കണം. ഞാൻ 13 വർഷമായി ലോട്ടറി ടിക്കറ്റ് കൊണ്ട് നടക്കണം. 1 രൂപ പോലും സമ്പാദ്യം കണ്ട 220 രൂപ മുതലാണ് കഴുത്തി കിടക്കുന്നത്. ജനങ്ങൾ മനസ്സിലാക്കണം എന്താ തന്നെ. ആരെങ്കിലും കണ്ടുപോ ചേച്ചി ഇത്ര നല്ല ലോട്ടറി ഇട്ടു കഴുത്തിൽ പോലും ഒന്നുമില്ല എന്ന് പറയില്ല. അതുകൊണ്ട് നാണം കേട്ടിട്ടാണ് ഇത് ഒരെണ്ണം മേടിച്ചിട്ടേക്കണം. അത്ര അവസ്ഥയാണ് ഞങ്ങളുടെ അവസ്ഥ. അപ്പം നിങ്ങൾ എന്താണ് തീരുമാനിക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ഇന്നത്തെ കിടക്കാൻ വീട് ഫസ്റ്റ് ഈ ടിക്കറ്റുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം. താല്പര്യം നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അല്ലാത്തൊരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല, ചെയ്തിട്ടുമില്ല. ദോഷം തന്നെ ഒരു കാര്യങ്ങളും സജീഷൻ ചെയ്തിട്ടില്ല ഇത്രയും വർഷമായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ജനങ്ങൾ ഇത്രയും 25 വർഷമായിട്ട് ഇവിടുത്തെ സിറ്റിംഗ് MLA ആണ്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ വരണമെന്നുള്ള താല്പര്യക്കാരനാണ് ഞാൻ. പിണറായി വിജയൻ അത്ര മോശക്കാരനാണെന്നൊന്നും അഭിപ്രായമില്ല. പക്ഷേ പൊതുജനങ്ങളുടെ ഒരു ഇതിൽ വന്നപ്പോൾ ശബരിമല വിഷയം നല്ലൊരു വിഷയമായി പ്രതിപക്ഷം അതിനെ മുതലെടുത്തു എന്നുള്ളതാണ് സത്യം. അതൊരു ഭയങ്കര ഒരു വീഴ്ച ഭരണപക്ഷത്തിലുണ്ടായി. വലിയ കുഴപ്പമില്ലാതെ ഇവിടെ പോട് അത്ര മോശം അഭിപ്രായമല്ല, ഇത്ര നല്ല അഭിപ്രായം തന്നെയാണ്. 25 വർഷമായിട്ട് സിറ്റിംഗ് MLA ആയിട്ട് തന്നെ തുടരുകയാണ്. അപ്പം ഇവിടെ ഒരു പരാജയം അദ്ദേഹം നേരിട്ടിട്ടില്ല. പരാജയം നേരിടാൻ സാധ്യത കുറവാണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നിട്ടില്ല. അതുണ്ടെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നല്ല രീതിയിൽ ശോഭിക്കും എന്നേ പറയാൻ പറ്റുള്ളൂ. കഴിവുറ്റുള്ള ആളാണ്. പിന്നെ ഒരു മുഖ്യമന്ത്രിയായിട്ട് വരുന്ന ആളെന്നുണ്ടെങ്കിൽ നിയമവശങ്ങളെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ അറിവുള്ള ഒരാളായിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും, നാടിന് നല്ലതായിരിക്കും. അതായത് ചുമ്മാ ഒരു അറിവില്ലാത്ത ഒരാളെയാണ് നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാരായിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് പൊട്ടത്തരങ്ങളൊക്കെ ചെയ്യും. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശൻ്റെ സ്വന്തം മണ്ഡലമായ പറവൂരിലാണ്. നമുക്കറിയാം അടുത്ത നിയമസഭാ ഇലക്ഷൻ വരാനിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ്. ഇപ്പം കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് വി.ഡി. സതീശൻ്റേതാണ്. അപ്പം പറവൂറുകാർക്ക് സ്വന്തം മണ്ഡലത്തിലെ ആളുകൾക്ക് വി.ഡി. സതീശനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നും അതുപോലെ പറവൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. നമ്മുടെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പം ഇപ്പം മുഖ്യമന്ത്രി UDF അധികാരത്തിൽ വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി ആരാകും എന്നൊരു ചോദ്യത്തിന് കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് വി.ഡി. സതീശനാണ്. അപ്പോൾ സ്വന്തം മണ്ഡലമാണ് വി.ഡി. സതീശൻ. അപ്പോൾ പറവൂരുകാരി എന്നുള്ള നിലയിലും ചേച്ചിക്ക് എന്താണ് അതിനെക്കുറിച്ചൊരു അഭിപ്രായം? എനിക്കിപ്പോൾ ഉള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ വി.ഡി. സതീശൻ വരും എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും പറയണത്. വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ഞാൻ എന്ന് വെച്ചാൽ ഒരു സെൻറ്റ് സ്ഥലമോ സ്വന്തമായിട്ടൊരു വീടോ ആരും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഈ 60 ടിക്കറ്റ് കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ സതീശനുണ്ടായിട്ടും അല്ലെങ്കിൽ പിണറായി വിജയനുണ്ടായിട്ടും നമുക്ക് ഒരു നേരത്തെ വെള്ളം കുടിക്കണമെങ്കിൽ ഈ 60 ടിക്കറ്റിലാണ് കിട്ടണത്. മനസ്സിലായ? ഇതിനകത്തൊരു തീരുമാനവുമില്ല. ഞാൻ മുഖ്യമന്ത്രിക്ക് വരെ നോട്ടീസ് അയച്ചോളാണ്. പക്ഷേ ഇന്ന് വരെ നമുക്കത് ഒരു ലോൺ ഈ വീടും സ്ഥലവും കൂടി ഉള്ളത് ഒന്നും ചെയ്തിട്ടില്ല. അവർ. ഞാൻ 39 വർഷം കൊണ്ട് ഈ ഓരോ വീടും 4000 രൂപ 3000 രൂപ ഇങ്ങനെ വാടകയ്ക്ക് താമസിക്കുന്നത്. ഇപ്പം പെരുമ്പടുന്നേ താമസിക്കുകയാണ്. എനിക്ക് വീടില്ലാത്ത ഞാൻ എന്തെന്നും പറഞ്ഞാൽ ആർക്കും വോട്ട് ചെയ്യണം? ആർക്കും വോട്ട് ചെയ്യാനില്ല. പക്ഷെ ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തൊക്കെ വി.ഡി. സതീശൻ തന്നെയാണ് ചെയ്തത്.
കോൺഗ്രസ്സിനാണ് ചെയ്തത്. പിന്നെ ജയിക്കണത് അവരുടേതായ നിലനിൽപ്പും അവർ ചെയ്യുന്ന സൽപ്രവൃത്തിയും ഉണ്ടെങ്കിൽ ജയിച്ചിരിക്കും. ഇപ്പം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഈ ലോട്ടറി വിൽക്കുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത്. അപ്പം അതൊക്കെ എങ്ങനെയാണ്? ഈ 10 വർഷക്കാലമല്ലേ ആയുള്ളൂ പുള്ളി ഇപ്പോൾ സ്ഥിരമായിട്ട് ഇതായിക്കൊണ്ടിരിക്കണം. ഈ 50 രൂപ ആയതിന് ശേഷമാണ് തീരെ നമ്മ കീഴോട്ട് പോണത്. അതായത് ടിക്കറ്റ് ആയിരിക്കും വേണ്ട, എടുക്കുന്നതിന് 50 രൂപ കൊടുത്താൽ അവന് 100 രൂപ കിട്ടാറായിരിക്കണം. ഇത് 50 രൂപ പോയിട്ട് 1 രൂപ പോലും ഈ 50 രൂപ ചിലവാക്കണതിന് കിട്ടണില്ല. ഈ കിട്ടാത്ത എന്താണെന്ന് വെച്ചാൽ ഈ പൈസ മുഴുവൻ സർക്കാർ തിന്നെയാണ്. നമ്മുടെ ജീവിതം കട്ടപ്പോകുകയാണ്. ഇപ്പോൾ വാടക കൊടുക്കാൻ നിവർത്തിയില്ലാഞ്ഞിട്ട് അടുത്ത വീട്ടിൽ നിന്ന് ഇപ്പോൾ നാളെ അല്ലെങ്കിൽ അടുത്ത മാസം തരാമെന്നും പറഞ്ഞ് വായ്പ മേടിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. ഈ ടിക്കറ്റിൽ നിന്നൊന്നും കിട്ടാനില്ല. ഇപ്പം ഞാൻ പറയില്ല, ജൂൺ മാസത്തിൽ എനിക്ക് 500 രൂപ അടിച്ചാണ്. പിന്നെ ഇന്ന് വരേക്കും 10 പൈസ അടിച്ചിട്ട് അടിക്കാത്ത എന്താണ്? ഈ അവർ ഉള്ള ടിക്കറ്റ് മുഴുവൻ കൂടുതലടിച്ചിട്ട് 50 രൂപ വെച്ച് ജനങ്ങളെ മുഴുവൻ കമ്പിളിപ്പിക്കുകയാണ്. ടിക്കറ്റ് വെച്ച് പണം ഉണ്ടാക്കുകയാണ്. അത് തന്നെ പറയണ എനിക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. എനിക്കൊന്നുമില്ല. ഇന്നലെ പോയി മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടേ ഞാനൊരാളോട് പോയി ചോദിച്ചു, എനിക്ക് 200 രൂപ തരുമോ ഗുളിക മേടിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്താണ് പറയുന്നത് അറിയാമോ? ചേച്ചി ലോട്ടറി വിൽക്കണല്ലേ, ചേച്ചിക്ക് ഒന്നും അടിക്കണില്ലേ, ചേച്ചി പിന്നെ എന്തിനാണ് ഈ ജോലിക്ക് നടക്കണം എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ്, പിന്നെ വയറ്റിന് മുഴയൊക്കെ ഉള്ളതാണ്. അപ്പോൾ എനിക്ക് കുനിഞ്ഞു നേർന്നൊരു വീട്ടിൽ പോയി അടുക്കളപ്പണി എടുക്കാൻ ജീവിക്കാൻ മാർഗ്ഗമില്ല. സ്വന്തമായിട്ട് വീടില്ല. ഈ വാടക കൊടുത്ത് ജീവിക്കുന്ന ഞാൻ എങ്ങനെ 200 രൂപ മേടിച്ച് കടം കൊടുക്കും? പറ്റുമോ? അപ്പോൾ ഈ ലോട്ടറി ആകുമ്പോൾ നടന്ന് വിൽക്കാം, നടക്കണതിന് പ്രശ്നമില്ല. പക്ഷേ 200 ഇടുന്നേക്കാനോ കുറേ നേരം താഴ്ത്തിരിക്കാനോ ഒന്നും എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ആശ്രയമുള്ളതാണ് ഈ ലോട്ടറിയിൽ ഒന്നും കിട്ടാണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ജീവിതം? പിന്നെ വല്ല കെട്ടിത്തൂങ്ങി ചാവേ, അല്ലെങ്കിൽ വല്ല വിഷം മേടിച്ച് കഴിച്ച് ചാവേ, അങ്ങനെ ചെയ്യുന്നിട്ട് അപ്പോഴും ഗവൺമെൻറ് ജയിക്കും. ഒരാൾ കുറഞ്ഞു കഴിഞ്ഞാൽ 4 കിലോ അരിയും കൂടി അവർക്ക് വേറെ ആക്കി കൊടുക്കാം. മനസ്സിലായ? 4 കിലോ അരിയാണ് നമുക്കൊരു മാസം കിട്ടണത്. ഈ 4 കിലോ അരി കിട്ടിയാൽ ഒരു മാസം ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ആരുമില്ലാത്തതിന് ഈ വാടക കൊടുത്ത് ജീവിക്കുന്നവന് ഈ 4 കിലോ അരിയും കൂടി ജീവിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. എനിക്ക് 64 വയസ്സായി. ഇന്ന് ഞാൻ കഷ്ടപ്പെട്ടാണ് ജീവിക്കണം. ഞാൻ 13 വർഷമായി ലോട്ടറി ടിക്കറ്റ് കൊണ്ട് നടക്കണം. 1 രൂപ പോലും സമ്പാദ്യത കണ്ട 220 രൂപയുടെ മുതലാണ് ഈ കഴുത്തി കിടക്കുന്നത്. ജനങ്ങൾ മനസ്സിലാക്കണം എന്താ തന്നെ, ആരെങ്കിലും കണ്ടു ചേച്ചി ഇത്ര നല്ല ലോട്ടറി ഇട്ടു, കഴുത്തിൽ പോലും ഒന്നുമില്ല എന്ന് പറയില്ല. അതുകൊണ്ട് നാണം കേട്ടിട്ടാണ് ഇത് കാരണം മേടിച്ചിട്ടേക്കണം. അത്ര അവസ്ഥയാണ് ഞങ്ങളുടെ അവസ്ഥ. അപ്പം നിങ്ങളെന്താണ് തീരുമാനിക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്നത്തെ കിടക്കാനൊരു വീട്, ഫസ്റ്റ് ഈ ടിക്കറ്റുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം. അതായത് 10, 100, 60 ടിക്കറ്റ് വിറ്റാൽ 360 രൂപ ഇപ്പം കിട്ടുന്നുണ്ട്. ഈ 360 രൂപയിൽ 60 ടിക്കറ്റ് മുഴുവൻ ചിലവാകണില്ലല്ലോ. 10-40 ടിക്കറ്റ് ചിലവാകും. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോവുകയാണ്, കുടുംബം പട്ടിണിയാകുകയാണ്, ജീവിതം മുന്നോട്ട് പോകണില്ല. അതാണ് ആത്മഹത്യ വന്നത്. ഈ ആത്മഹത്യ എന്താണ്? ജനങ്ങൾക്ക് ഒരു തരണം ചെയ്യാഞ്ഞിട്ടല്ലേ ആത്മഹത്യ വരണത് അല്ലേ? അതാണ് ആത്മഹത്യ ഇല്ലാതിരിക്കാൻ ഇപ്പം പിണറായി ജയിച്ചാലും അല്ലെങ്കിൽ നമ്മുടെ സതീശൻ ചേട്ടൻ ജയിച്ചാലും ആര് ജയിച്ചാലും നമുക്ക് പ്രശ്നമില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലോട്ടറി വിറ്റ് ജീവിക്കുന്ന ജനങ്ങൾക്ക് ഒരു വഴി തെളിച്ചു കൊടുക്കണം. അത് ഈ കൽപ്പണിക്കാർക്കൊക്കെ പണിയുണ്ടെങ്കിൽ മാത്രമേ ഒരു ലോട്ടറി അവരെടുക്കുകയുള്ളൂ. അല്ലാണ്ട് ഒരാൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കില്ല. ബമ്പന്മാരാരും എടുക്കില്ല. ഉള്ളത് പറയുന്നത് എന്താണ്? ആർക്കും പണിയില്ല. കൽപ്പണിക്കാർക്ക് ആർക്കും പണിയില്ല. അവർക്ക് മിറ്റലില്ല, കല്ലില്ല, അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല ജോലി. അപ്പം അത് കിട്ടിയാലല്ലേ ഐറ്റങ്ങൾ ജോലിക്ക് പോവുള്ളൂ. ജോലി ചെയ്തെങ്കിലല്ലേ 2 ടിക്കറ്റ് ഞങ്ങളുടെ അടുത്ത് എടുക്കുകയുള്ളൂ. ഈ 2 ടിക്കറ്റ് എടുത്ത് ഒന്നും അടിച്ചില്ല. 100 രൂപ അവർക്ക് ആകെ 1000 രൂപ വല്ലതും പണിക്കാശ് കിട്ടും. അതിൽ നിന്ന് ചിലപ്പോൾ 10-200 രൂപ ഒരു ടിക്കറ്റ് എടുക്കും. നാളെ നേരം വിളിക്കുമ്പോൾ എടുക്കാനായിട്ട് ടിക്കറ്റിലൊന്നുമില്ല. പിന്നെ ഒരു പിറ്റേ ദിവസം എങ്ങനെ എടുക്കും? അത് കാരണം അവരും എടുക്കണില്ല. മുമ്പ് 100% ആൾക്കാരെടുത്തുന്ന ആൾക്കാർ ഇപ്പോൾ 99% ആൾക്കാർ ടിക്കറ്റ് എടുക്കണില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? എങ്ങനെ ജീവിക്കും? ഞങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? ഏത് സർക്കാരാണെങ്കിലും ഞങ്ങളുടെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്കൊരു വിജയം തരണം. അല്ലാതെ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾക്ക് വഴി. പിണറായി സർക്കാരിൻ്റെ ഭരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പിണറായിയുടെ സർക്കാരാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും ഇതെല്ലാം കൊടുക്കണം. 2000 രൂപ പെൻഷൻ 1600 ആയിരുന്നു, അത് 2000 ആക്കി.
ആ 2000 ഞങ്ങൾക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ 2 മാസമായിട്ട് കിട്ടുന്നുണ്ട് 2000 രൂപയും. അതിക്ക് മുമ്പ് പെൻഷൻ കിട്ടുന്നതൊക്കെ ഇങ്ങനെ പകുതി 4 മാസത്തെ 5 മാസത്തൊക്കെ പെൻഡിങ്ങിലായിരുന്നു. അതിപ്പോൾ എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, പെൻഡിങ് ഒന്നുമില്ല, കറക്റ്റായിട്ട് കിട്ടും. അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര്, അതായത് LDF ജയിക്കുമോ UDF ജയിക്കുമോ എന്നാണ് തോന്നുന്നത്? ഇവിടെ ചിലപ്പോൾ മിക്കവാറും UDFനാണ് സാധ്യത. ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമെന്ന്, പിണറായിയുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതും ഞങ്ങൾ പ്രതീക്ഷിക്കണില്ല. എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഇതുവരെ ഞങ്ങളൊക്കെ എന്താണെന്ന് പോലും ചോദിച്ചിട്ടില്ല, ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. ഈ മണ്ഡലത്തിൽ 25 വർഷമായിട്ട് ഇപ്പോൾ സിറ്റിംഗ് MLA ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലൊന്നും അധികം അദ്ദേഹം സജീവമായിട്ട് നിലനിൽക്കുന്നില്ലേ? നിലനിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വരട്ടെ. ഇപ്പം ഇനി പുള്ളിക്കാരൻ ഇപ്പോൾ 10 വർഷം പുള്ളി ഭരിച്ചല്ല, ഇനിയിപ്പോൾ പുള്ളിക്കാരനാണ് ഒരു ഇത് ഭരണം കാഴ്ചവെക്കണമെങ്കിൽ അങ്ങനെ വരണമെന്ന് ഞങ്ങളുടെ ഇഷ്ടമുണ്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം നാട്ടുകാരനാണ്. അപ്പം ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി ആകാനുള്ള ഒരു സ്കോപ്പ് കാണുന്നുണ്ടോ? സ്കോപ്പ് കാണുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണ്? ഈ മറ്റേ ഭരണപക്ഷത്തിൻ്റെ ചില വീഴ്ചകൾ അങ്ങനെ സംഭവിച്ചതൊക്കെയാണ്. ശബരിമല വിഷയം, പിന്നെ അങ്ങനെ ചില വിഷയങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിലവിലെ പിണറായി സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത്ര നല്ല അഭിപ്രായമല്ല, എന്നാലും വലിയ മോശമായിട്ട് പറയാനും പറ്റില്ല. എന്നാലും അത്ര നല്ല അഭിപ്രായമല്ലെന്ന് പറയുമ്പോൾ ഭരണം കിട്ടാൻ ചാൻസ് ഇത്തിരി കുറവാണ്. പിണറായി വിജയൻ VD സതീശൻ രണ്ടുപേരും താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ആകാൻ ആരായിരിക്കുമെന്നാണ് തോന്നുന്നത്? ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച്, കേരളത്തിൻ്റെ മൊത്തം ട്രെൻഡ് അനുസരിച്ച് VD സതീശൻ ആവാനാണ് സാധ്യത. തുറന്നു പറയാമല്ലേ, അങ്ങനെയാണ് സാധ്യത. പിണറായി വിജയൻ അത്ര മോശക്കാരനാണെന്നൊന്നും അഭിപ്രായമില്ല. പക്ഷേ പൊതുജനങ്ങളുടെ ഒരു ഇതിൽ വന്നപ്പോൾ ശബരിമല വിഷയം ഒരു നല്ലൊരു വിഷയമായി പ്രതിപക്ഷം അതിനെ മുതലെടുത്തു എന്നുള്ളതാണ് സത്യം. അതൊരു ഭയങ്കര ഒരു വീഴ്ച ഭരണപക്ഷത്തിനുണ്ടായി എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കടമ കൃത്യമായിട്ട് നിർവഹിക്കുന്നെന്ന് തോന്നുന്നുണ്ടോ? അതൊന്നും അത്ര വലിയ ഇതായിട്ടൊന്നും പറയില്ല. അവരുടെ ഒരു ചെറിയൊരു പോരായ്മ കൊണ്ടാണ് ഇവർക്ക് അധികാരം കിട്ടുന്നുള്ളതാണ് എൻ്റെ ശരിയായൊരു പോയിന്റ്, എൻ്റെ ഒരു അഭിപ്രായം, അത്രേ ഉള്ളൂ. ഇപ്പം പൊതുവെ ഉയർന്നു വരുന്ന ഒരു ആരോപണമുണ്ട് VD സതീശൻ BJP ആയിട്ട് ഒത്തുകളിക്കുന്നു എന്നുള്ള തരത്തിൽ. അതിനോട് കാരണമുള്ളതല്ല ഇതൊക്കെ. അതിപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതിപ്പോൾ പലരും പല രീതിയിലും അങ്ങനെ വ്യാഖ്യാനിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് ചിലപ്പോൾ ജയസാധ്യത അനുസരിച്ച് എന്ത് വേണമെങ്കിലുമൊക്കെ ഒരു നീക്കുപോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പാർട്ടികളും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിവിടെ കേരളത്തിൽ ഒരു മിക്ക ജനങ്ങൾക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഒരു പറവൂരുകാരൻ എന്ന നിലയിൽ ഈ പറവൂര് മണ്ഡലത്തിൽ VD സതീശൻ്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം സജീവമാണ്? വലിയ കുഴപ്പമില്ലാതെ ഇങ്ങോട്ട് പോണ്. അത്ര മോശം അഭിപ്രായമല്ല, അത്ര നല്ല അഭിപ്രായം തന്നെയാണ് VD സതീശൻ്റെ. 25 വർഷമായിട്ട് സിറ്റിംഗ് MLA ആയിട്ട് തന്നെ തുടരുകയാണ്. അപ്പം ഇവിടെ ഒരു പരാജയം അദ്ദേഹം നേരിട്ടിട്ടില്ല. പരാജയം നേരിടാൻ സാധ്യത കുറവാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നല്ലൊരു പേര് പുള്ളിക്കുണ്ട് ഇവിടെ ഈ മണ്ഡലത്തിൽ. അപ്പം നല്ല രീതിയിൽ വികസനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? അങ്ങനെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എങ്ങനെ വികസനം കൊണ്ടുവരും? അത് നടക്കില്ലല്ലോ. അത് ഭരണപക്ഷത്തല്ലേ പറ്റുള്ളൂ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു വികസനം ഇവിടെ കൊണ്ടുവരാൻ സാധിക്കില്ല. ഒരു MLA എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരു ആവറേജ് എന്താ പറയാൻ പറ്റുള്ളൂ. 100% അത്ര ഇതായിട്ട് പറയാനും പറ്റൊന്നുമില്ല. പിന്നെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും ഒരു MLA എന്ന നിലയിലും ഒരു പരിധിയുണ്ട്, എല്ലാ കാര്യത്തിലും ഒരു പരിധിയുണ്ട്. അതനുസരിച്ച് നിൽക്കണം. വലിയ മോശം പറയാനും പറ്റില്ല. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നുണ്ട്. UDF വരാനാണ് സാധ്യത. അത് അങ്ങനെ പ്രതീക്ഷിക്കാനുള്ളൊരു കാരണം എന്താണ്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഭരണപക്ഷത്തെ ചെറിയ വീഴ്ചകൾ പോലും ജനങ്ങളത് മനസ്സിലാക്കും. ഇന്നത്തെ ട്രെൻഡ് ഇതനുസരിച്ച് ഈ വാർത്താമാധ്യമങ്ങളും പിന്നെ വാർത്താ ചാനലുകളും എല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഭരണപക്ഷത്തുണ്ടാകുന്ന ഒരു വീഴ്ച ജനങ്ങൾ പൊതുവെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു ഇത് വരും. പക്ഷേ ഇപ്പം നമുക്കറിയാം, ഇപ്പം ഒരുപാട് കാര്യങ്ങൾ, അതായത് പിണറായി സർക്കാരിനെ വിമർശിക്കുമ്പോഴും പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ UDF അധികാരത്തിൽ വരുമ്പോൾ അത് തുടർച്ചയായിട്ട് ജനങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ?
പ്രതീക്ഷിക്കണമല്ലോ. അത് ജനങ്ങളുടെ അത് അവരുടെ അവകാശമല്ലേ, അതവർ കൊടുത്തേ പറ്റുള്ളൂ. അത് അവരാരും ഇവിടെ കൊണ്ടുവന്ന് വന്നതൊന്നുമല്ല. അത് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് വാർദ്ധക്യം ബാധിച്ചവർക്ക് കൊടുക്കുന്നൊരു പെൻഷനാണത്. അത് കൊടുത്തേ പറ്റുള്ളൂ. അത് ആര് വന്നാലും, പ്രതിപക്ഷത്തിരിക്കുന്നവരും ഭരണപക്ഷത്തേക്ക് വന്നാലും അത് കൊടുത്തേ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ശരി. അല്ലെങ്കിൽ പിന്നെ എന്തിനൂടെ ഭരണം ഭരിക്കുന്നതൊക്കെ പറയണത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. ഇനിയിപ്പോൾ അവർ വന്നിട്ട് അത് കൊടുക്കില്ല എന്ന് പറയണതിൽ അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. നിലവിലിപ്പോൾ ഒരു ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ LDF സർക്കാർ ഏത് വിധത്തിലും കടമെടുത്തിട്ടാണെങ്കിലും കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെയും അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. പക്ഷേ UDF അത് കഴിയുന്നില്ലെന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഒരു പരിധിയുണ്ട് എന്ത് കാര്യത്തിനും. അവർക്ക് ഒരു വികസനത്തിൻ്റെ ഇതിൽ പറയാനേ പറ്റുള്ളൂ, പ്രവർത്തിക്കാനായിട്ട് അധികാരമില്ലല്ലോ. ആ ഒരു പോരായ്മയുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരണപക്ഷത്ത് വരികയാണെങ്കിൽ അവർ ഇപ്പോഴത്തെ നിലവിലെ LDF സർക്കാരിനേക്കാളും നന്നായിട്ട് ഭരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും എനിക്ക് യാതൊരു അഭിപ്രായമില്ല. ഇതിങ്ങനെ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഇങ്ങനെ ഒരേ ഭരണം, ഇത്ര വലിയ നല്ല ഭരണം ഇന്നിവിടെ ആരും കാഴ്ചവെച്ചിട്ടൊന്നുമില്ല. അത് ആ സമയത്ത് അങ്ങനെ അങ്ങോട്ട് പോകുന്നത് അത്രേ ഉള്ളൂ. പിണറായി സർക്കാരിൻ്റെ കാലത്ത് ലോട്ടറിയിൽ, അതായത് ലോട്ടറി കച്ചവടക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചേട്ടൻ നേരിട്ടത്? ഇത്തിരി നല്ല രീതിയിലല്ല പോകുന്നതായിട്ടാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. വന്ന് ടിക്കറ്റ് എടുക്കുന്നവർ പ്രൈസൊന്നുമില്ല, ധനമന്ത്രിയുടെ കുറ്റം പറയലും കാര്യങ്ങളും ഇതെല്ലാം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളാണത് മുഴുവൻ കേൾക്കുന്നത്. പ്രൈസൊന്നും കൊടുക്കുന്നില്ല, പിന്നെ 50 രൂപ വെച്ച് കൂട്ടുകയും ചെയ്തു, പ്രൈസ് കുറയ്ക്കണം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് പൊതുവേ സത്യമാണ്. കാരണം ടിക്കറ്റിൻ്റെ വിൽപ്പന വളരെ കുറഞ്ഞ്, അതവർ ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി വരണവരായാലും ഇനി തുടർച്ചയായി ഭരണം കിട്ടാൻ സാധ്യത ഉണ്ടായാലും അങ്ങനെ തന്നെ വേണ്ടത്. കാരണം ഏറ്റവും സാധാരണക്കാരാണ് ഈ ലോട്ടറി ടിക്കറ്റ് വിറ്റുകൊണ്ട് നടക്കുന്നത്. അവർക്ക് ദോഷം വരുന്ന രീതിയിൽ വരുമ്പോൾ അത് മൊത്തത്തിൽ പൊതുജനങ്ങൾക്കൊരു ദോഷം തന്നെയാണത്. ഇപ്പം ഒരു പറവൂരുകാരൻ എന്ന നിലയിൽ അടുത്ത ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും VD സതീശനെ പ്രതീക്ഷിക്കുന്നുണ്ട്. വ്യക്തിപരമായ അയാൾ കാഴ്ചപ്പാട്ടിൽ അയാളൊരു മാന്യനാണ്, നല്ലൊരു പ്രവർത്തകനാണ്. ആ നിലക്ക് അയാൾക്ക് പിന്നെ ഭരണം ആര് വരും, ആര് ഭരിക്കും എന്നുള്ളതൊക്കെ വേറെ അഭിപ്രായമാണ്, മനസ്സിലായ. ആ നില വ്യക്തിപരമായിട്ട് പിന്നെ അതിൽ തന്നെ കൊമ്പന്മാർ വേറെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പണ്ട് KR ഗൗരി ഭരിച്ചപ്പോൾ ഞാൻ ഉൾപ്പെടെ ഇന്ദിരാവ് വിളിച്ചതാണ്. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കട്ടെ എന്നും പറഞ്ഞു, മനസ്സിലായ. അങ്ങനെ ഇത് വന്നു കഴിഞ്ഞിട്ട് ആര് ഭരിച്ച് മുഖ്യമന്ത്രി EK നായനാരെ. അന്ന് ഇലക്ഷന് നിയമിച്ചതല്ല അയാൾ, രണ്ടാമത് മാറ്റി ആരെയാണ് അടക്കം ഞാൻ ഓർക്കലില്ല, മാറ്റി നിർത്തി ജയിച്ചതാണ് മുഖ്യമന്ത്രി ഇവിടെ കേരളത്തിൽ. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം തന്നെ ഒരു വശം വെച്ച് നോക്കിയാൽ ഇപ്പം ഒന്നും പറയാൻ കൊള്ളില്ല. ഞാനിപ്പോൾ അതാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാറില്ല. ഞാൻ ഒരുപടി ഇതിലൊക്കെ പോയിട്ടുണ്ട്, പ്രകടനം ഒക്കെ നടത്തിയിട്ടുണ്ട്. അത് ഇപ്പം കുറേ നാളായിട്ട് ഇതിൽ ഒക്കെ കണക്ക് തന്നെ, അതും താനും കണക്ക് അതും കണക്ക് ഇതും കണക്കെന്നുള്ള രൂപത്തിലായി ഇപ്പോഴത്തെ പ്രവണത. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ കുറേ നാളായിട്ട് രാഷ്ട്രീയത്തിലും ഇല്ല. ഞാനിവിടെ CIT യൂണിയനിൽ നിന്ന് പെൻഷൻ പറ്റി പോകുന്നവനാണ്, മനസ്സിലായി. മാന്യമായ രൂപത്തിൽ നല്ലൊരു സെൻഡ് ഓഫ് ഒക്കെ മേടിച്ച് പിരിഞ്ഞു പോകുന്നവനാണ് ഞാൻ. അന്ന് അതിൽ നമുക്കൊരു ഇതുണ്ടായി. ഇപ്പോൾ അതിനോട് വലിയ താല്പര്യം, രാഷ്ട്രീയം പൊതുവേ ഏത് രാഷ്ട്രീയം അതിനോട് വലിയ അഭിപ്രായം ഇല്ലാതെ നിൽക്കുന്നത്, നമ്മളതെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് എൻ്റെ സത്യം. നിലവിലെ ഒരു LDFൻ്റെ ഭരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? LDFൻ്റെ ഭരണം പണ്ട് കാലം മുതൽ LDF ആണ് ഇവിടെ എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി പിടിച്ച് മേടിച്ചിട്ടുള്ളത്. കോൺഗ്രസ് ഒന്നും ആ കാലത്തൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. LDFൻ്റെ ഭരണമില്ലാത്ത കാലത്തും ഭരണമുള്ള കാലത്തും LDFൻ്റെ പോരാട്ടത്തിൽ കൂടിയാണ് ഇവിടെ സാധാരണക്കാരന് എന്തെങ്കിലുമൊക്കെ കിട്ടിയേക്കുന്നതും മേടിച്ചേക്കുന്നതും ഒക്കെ. അതുകൊണ്ട് അവർ തന്നെ ഭരിക്കാൻ ചാൻസ് ഉണ്ടാവുമോ ഇല്ല എന്നുള്ളത് കണ്ടു പറയാം. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൻ്റെ നില അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു നിഷ്പക്ഷവാദികളായ കുറേ ആളുകളുണ്ട് എപ്പോഴും. പിന്നെ അവരുടെ ഏത് തട്ടിൽ വയ്ക്കുന്നു അതാണ് ഇവിടെ ഭരണം വരാൻ പോകുന്നത്. ഇപ്പം നിലവിലെ പിണറായിയും VD സതീശനെയും താരതമ്യം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആരായിരിക്കും അർഹനായിട്ടുള്ളത് മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക്? പിണറായി തന്നെയാണ്, ആ കാര്യത്തിൽ തർക്കമില്ല.
അയാൾ ഇപ്പോൾ ഇത്തരം 5-10 കൊല്ലം ഭരിക്കുമല്ല, ആ ഒരു പഴക്കവും കൂടി ഉണ്ടല്ലോ അയാൾ. അപ്പോൾ അതിൻ്റെ നിലയനുസരിച്ച് പിണറായിക്ക് തന്നെയാണ് വോയിസ്. ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF വരുമോ LDF വരുമോ? എൻ്റെ അഭിപ്രായത്തിൽ LDF തന്നെ വരാനുള്ള സാധ്യതകളാണ് ഉള്ളത്. അതിന് ആണ് ഇപ്പോൾ മുൻതൂക്കം ഇപ്പോഴും എൻ്റെ കാഴ്ചപ്പാടിൽ. മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ ആ കാഴ്ചപ്പാടനുസരിച്ച് LDF തന്നെ ഭരിക്കും, LDF തന്നെ ഭരിക്കണം എന്നുള്ള ചിന്താഗതിക്കാരുന്നുണ്ട്. ഒരു പറവൂരുകാരൻ എന്നുള്ള നിലയിൽ VD സതീശൻ ഈ മണ്ഡലത്തിൽ 25 വർഷം സിറ്റിംഗ് MLA ആയിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം സജീവമായിട്ടുണ്ട്? അങ്ങേരുടെ വികസന പ്രവർത്തനം ഞാൻ പറഞ്ഞില്ലേ, അയാൾ ഒരു ഭരണപക്ഷത്ത് ഉള്ള MLA അല്ല, പ്രതിപക്ഷമില്ല. അപ്പോൾ അയാളുടെ ആ നില അനുസരിച്ച് അയാൾ ചെയ്യാവുന്നതൊക്കെ ആ വ്യക്തിത്വം അനുസരിച്ച് ചെയ്യാനുള്ളതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുമ്പോൾ രാഷ്ട്രീയം മാത്രം പറയരുതല്ല, വ്യക്തികൾ ഓരോരുത്തരും ചെയ്തേക്കുന്നത് ആ ചെയ്തതിൻ്റെ നന്മയും തിന്മയും വരണമില്ല. അവിടെ രാഷ്ട്രീയത്തിൽ കടപ്പ് കൈയെടുത്തേണ്ട കാര്യമില്ല, നമ്മൾ സ്പഷ്ടമായിട്ട് പറയാം അങ്ങനെ ഉള്ള ചോദ്യങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നല്ല ഒരു പ്രവർത്തനം തന്നെയാണ്, നല്ല കാഴ്ചപ്പാടാണ്. ഇവിടെയാണെങ്കിൽ അയാൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരിധി വിട്ടൊക്കെ ഇവിടെ പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. പിന്നെ പോരെങ്കിൽ ഭരണപക്ഷം എന്ന് പറയുമ്പോൾ അവർക്കൊരു തൂക്കമുള്ളത് പോലെ പ്രതിപക്ഷത്തിനുണ്ടാവില്ല. അതനുസരിച്ച് അയാൾ നല്ല കാഴ്ചപ്പാടാണ്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അതായത് അദ്ദേഹം ഭരണപക്ഷത്തെ കുറ്റങ്ങൾ ആരോപിക്കുന്നതിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നിർവഹിക്കുന്നെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങേരെയും കൂടി ഇല്ലെങ്കിൽ ഇവിടെ ഇതിൽ വലിയ കൊള്ളേക്കാണെന്ന്. അല്ല, അതുകൊണ്ട് അയാളുള്ളത് അടിച്ചു തോന്നും. എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അയാളത് വ്യക്തമായിട്ട് ജനങ്ങൾക്ക് കാഴ്ചവെക്കുന്നു. അത് വ്യക്തിത്വമുള്ളവനാണ് ആ കാര്യത്തിൽ. അത് പറയുമ്പോൾ അതും പറയണമില്ല. ഇപ്പം നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ ജനങ്ങൾക്ക് എല്ലായിടത്തും ഉണ്ട്. അപ്പം കൂടുതലും അതിനകത്ത് ഉൾപ്പെടുന്ന ഒരു പേരെന്ന് പറയുന്നത് VD സതീശൻ്റേതാണ്. അപ്പം അതിനെക്കുറിച്ച് ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താണ്? VD സതീശൻ വരുന്നതിൽ നമ്മൾക്കിങ്ങനെ പ്രതിഷേധമൊന്നുമില്ല. കാരണം നല്ലൊരു അഭിഭാഷകനാണ്. അപ്പം നാടിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പം നിയമസഭയിൽ ഇപ്പോൾ ചെന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നമുക്ക് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് രാഷ്ട്രീയമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആളാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആളാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം വരണം അങ്ങനെ പറയാൻ പറ്റില്ല. നല്ലൊരു പ്രതിനിധിയാണ്, നല്ലൊരു അഡ്വക്കേറ്റാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹം വരണമെന്ന് തന്നെ പറയാനുള്ളൂ. ഞാൻ ഇടതുപക്ഷം ആയിക്കോട്ടെ, ഇനി BJP ആയിക്കോട്ടെ, മറ്റേതെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാടിന്, അത് പറവൂരിൻ്റെ നാടിൻ്റെ പ്രത്യേകത ഉള്ളത് ഞങ്ങൾക്ക് അഭിമാനിക്കാം. ഞങ്ങളുടെ നാടിൻ്റെ ഒരു മുഖ്യമന്ത്രി ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് അത് കാര്യങ്ങൾ പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലോ ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും ഇവിടെയാണെങ്കിൽ നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹം വരുന്നതല്ല താല്പര്യമുള്ളത്, അല്ല രാഷ്ട്രീയമല്ല അവിടെ ഉള്ളത്. അദ്ദേഹം വരണം എന്നാണ് അഭിപ്രായമുള്ളത്. അപ്പോൾ അദ്ദേഹം 25 വർഷമായിട്ട് ഇവിടുത്തെ സിറ്റിംഗ് MLA ആണ്. അപ്പം നിലവിൽ പറവൂർ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി എല്ലാ മേഖലകളിലും, റോഡാണെങ്കിലും വെള്ളത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും മറ്റ് എല്ലാ യാത്രാ മേഖലകളെല്ലാവരും അദ്ദേഹം ഭംഗിയായിട്ടൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഇവിടുത്തെ ജനപ്രതിനിധികൾ അദ്ദേഹത്തോട് പറയുകയാണ് നമ്മളുടെ ഈ ഭാഗത്തിന് ഇന്ന പോരായികളുണ്ട്. ഇപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ ഒരു വികസനം, ഗ്രാമത്തിൽ റോഡിൻ്റെ അപര്യാപ്തതയുണ്ട്. ആ റോഡിൻ്റെ അപര്യാപ്തതയുണ്ട്. ഒരു MLA ഫണ്ട് എന്നൊക്കെ പറയും. അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കക്ഷിയാണ് ഈ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് VD സതീശൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ അത് എവിടെ നിന്നൊക്കെ ലഭിക്കാൻ പറ്റുമെന്നുള്ളതിൽ ഇവിടുത്തെ നാടിൻ്റെ ഇപ്പോൾ MLA ആണെങ്കിലും അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറാണെങ്കിലും അദ്ദേഹത്തെ സമീപിച്ചാൽ മതി. സമീപിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാവുന്ന ചില സ്രോതസ്സുകളുണ്ട്. മറ്റുള്ള ജനങ്ങളെക്കാളും കൂടുതലാണ്ട് പഞ്ചായത്ത് മെമ്പറേക്കാളും കൂടി അറിയുന്നത് ആ സ്രോതസ്സിലൂടെ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കാറുണ്ട്. അദ്ദേഹത്തിന് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ അതാണ് ഞങ്ങളെപ്പോഴുള്ള ആൾക്കാർ പറയുന്നത്. ഞാനിപ്പോൾ വേറെ കക്ഷിയായിക്കോട്ടെ, ഏത് കക്ഷിയായിട്ട് അദ്ദേഹത്തിന് ഒരു അഭിമുഖം ആയിട്ട് സംസാരിക്കുന്നതിന് പുറത്ത് പറയണമല്ല, അല്ല അതൊരു വ്യക്തിപരമായിട്ട് പറയുന്നത്. നല്ലൊരു വ്യക്തിത്വമുള്ളൊരു ആളാണ്, നമുക്ക് അഭിമാനിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലെ ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ ഭരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ കൂടുതലും അഴിമതി പിണറായി സർക്കാരിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അത് അഴിമതിയൊക്കെ കുറിച്ച് പറയുന്നതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലൂടെയാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ജനങ്ങൾക്ക് എപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നത് ഏതാണ്ട് 60 ലക്ഷം പേർക്ക് ഉദ്ദേശം മുകളിൽ തന്നെ വൃദ്ധന്മാരായ ആളുകൾക്കും അല്ലാത്ത ആളുകൾക്ക്
കിട്ടേണ്ടത് പെൻഷനുകളൊക്കെ കൃത്യമായിട്ട് ഇപ്പോൾ 2000 രൂപ വരെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ വെറും 600 ഉണ്ടായിരുന്നു, അത് ചെറുതായിട്ട് വർദ്ധിച്ചാണ് ഈ 2000 രൂപയിലേക്ക് എത്തിയത്. അതൊക്കെ പിണറായി സർക്കാരിൻ്റെ ഒരു ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സമയത്ത് ഈ 600 രൂപയും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോഴും എല്ലാ മാസത്തെയും പെൻഷനുകൾ കിട്ടേണ്ടതായ അർഹതപ്പെട്ട ആളുകൾക്ക് കൃത്യമായിട്ട് പിണറായി സർക്കാർ സാധാരണക്കാരന് ഈ 2000 രൂപ വരെ കൊടുത്തുകൊണ്ടിരിപ്പുണ്ട്. അതൊക്കെ വലിയൊരു നേട്ടം തന്നെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ അതുകൂടാതെ പറയുമ്പോൾ ഇവിടെ ഒരു 40 വർഷം മുമ്പാണ് NH വരാനുണ്ടായിരുന്നത്. പക്ഷേ NHന് വേണ്ടിയിട്ട് എല്ലാവിധ പ്രവർത്തനം ചെയ്തത് പിണറായി സർക്കാർ തന്നെയാണ്. മറ്റ് ഓരോ സർക്കാരുകൾ വന്ന് പറയുമ്പോഴെന്നുണ്ടെങ്കിൽ തമ്മിൽ തൊഴുത്തി കുത്തതൊക്കെ പറയും. അങ്ങനെയാണ് ഈ സംഭവങ്ങളിലൂടെ നടക്കാതായി പോണത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇച്ഛാശക്തി ഉണ്ടായിരുന്നു ഈ നാഷണൽ ഹൈവേ ഇവിടെ കൊണ്ടുവന്നിരിക്കണം. അദ്ദേഹത്തിൻ്റെ കാലത്തിനോട് നാഷണൽ ഹൈവേ വന്നു കഴിഞ്ഞതിന് തീരാനായിട്ട് നിസ്സാര വർഷങ്ങളെന്നൊക്കെ പറയുമെങ്കിൽ ചിലപ്പോൾ 6 മാസം കൊണ്ട് ചിലപ്പോൾ തീർന്നിരിക്കും. അപ്പോൾ ഫണ്ടുകൾ ഏതായിക്കട്ടെ അതിൻ്റെ പകുതിയോളം പണം കേന്ദ്ര സർക്കാരിന് ഈ NH വരുന്നുണ്ട്, ഈ മുഖ്യമന്ത്രി ഇരിക്കുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ രാഷ്ട്രീയമായിട്ട് പറയും NHൻ്റെ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഫുൾ പൈസ കൊടുത്തത്. അങ്ങനെയൊന്നും അല്ല. ശരിക്കും ഈ സംസ്ഥാന സർക്കാരിൻ്റെ എത്രയോ പെർസെൻ്റ് എന്ന് വരെ പറയാം. കൃത്യപ്രസൻ്റൊന്നും രാഷ്ട്രീയക്കാർ പറയണ പോലെ എനിക്ക് പറയാൻ പറ്റില്ല. ഇത്ര 40% എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള സർക്കാരാണ്. അപ്പോൾ പിന്നെ രാഷ്ട്രീയമായിട്ട് പെരുപ്പിച്ച് പറയുമ്പോൾ എന്താ പറയണത്, കള്ളക്കടത്തും അതൊക്കെ പറയുന്നുണ്ട്. അതിനോടൊന്നും നമുക്കൊന്നും പ്രതികരിക്കാനൊന്നുമില്ല. അതൊക്കെ രാഷ്ട്രീയ ചർച്ചകളാണ്. അതൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്നാണ് തോന്നുന്നത്? LDF ആണോ UDF ആണോ? അതിപ്പോൾ മുൻ വർഷങ്ങളെ സംബന്ധിച്ച് പറയുന്നത്, കേരളത്തെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 വർഷം LDF എന്നുണ്ടെങ്കിൽ അടുത്തൊരു 5 വർഷത്തേക്ക് UDF ആയിരിക്കും വരാറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് 3ാം വട്ടത്തിലേക്കാണ് പിണറായി സർക്കാർ പോകാൻ പോണത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത് വരാൻ UDF ആയിരിക്കാം. കാരണം അതാണ് ജനത്തിൻ്റെ ഇത്. എന്നുണ്ടെങ്കിൽ ആരെന്ത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മോശം കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഇനി വേറൊരു മാറി വരുന്നൊരു ഭരണം വേണം എന്നുള്ള ജനം ആഗ്രഹിക്കുന്നത്. അതായിരിക്കും ഇന്ന് സംഭവിക്കാൻ പോണത്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറ്റ് പിടിക്കില്ല എന്നുള്ള, കുറച്ച് സീറ്റുകൾ പിടിക്കുമായിരിക്കും എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പിണറായി വിജയനെയും VD സതീശനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി പദവിക്ക് അർഹനായിട്ടുള്ള ആരായിരിക്കും? അത് VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നിട്ടില്ല. അതുണ്ടെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നല്ല രീതിയിൽ ശോഭിക്കും എന്നേ പറയാൻ പറ്റുള്ളൂ. കഴിവുറ്റുള്ള ആളാണ്. പിന്നെ ഒരു മുഖ്യമന്ത്രിയായിട്ട് വരുന്ന ആളെന്നുണ്ടെങ്കിൽ നിയമവശങ്ങളെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ അറിവുള്ള ഒരാളായിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും, നാടിന് നല്ലതായിരിക്കും. അതുകൊണ്ട് ചുമ്മാ ഒരു അറിവില്ലാത്ത ഒരാളെയാണ് നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാരായിട്ടെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് പൊട്ടത്തരങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ പല ആളുകളുണ്ട് അങ്ങനെ പൊട്ടത്തരങ്ങൾ വ്യക്തമായിട്ട് കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമുള്ളൊരു കക്ഷി തന്നെയാണ് VD സതീശൻ. അദ്ദേഹം എടുത്തു പറയാനുള്ളത് അറിവുള്ള വ്യക്തിത്വമാണ്. അതായത് ഒരു അഡ്വക്കേറ്റാണ്. അഡ്വക്കേറ്റ് ആണെങ്കിൽ നാടിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും നിയമവശങ്ങളെക്കുറിച്ചും നാടിനെ ദോഷമില്ലാത്ത അറിയുന്നവരാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ എടുത്തെടുത്ത് പറയുന്നത്. ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹം നടക്കുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയാണെങ്കിലും മറ്റ് മിനിസ്റ്റർമാരാണെങ്കിലും നാട്ടിലെന്തെങ്കിലും തെറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ അത് വളരെ കൂലങ്കജുഷമായിട്ട് ഇങ്ങനെ സംസാരിച്ച് അത് തെറ്റ് ചെയ്തതിന് തെറ്റാണെന്നും ഒക്കെ സംസാരിച്ച് പോകുന്ന വ്യക്തിത്വം തന്നെയാണ്. അപ്പോൾ അവർ ആ തെറ്റിൽ നിന്നും അവർക്കറിയാവുന്ന രാഷ്ട്രീയം ആയതുകൊണ്ട് അവർ വേറെ രീതിയിൽ പോയിട്ട് അവരുടെ ഭാഗം ശരിയാക്കാനും ഇവരുടെ ഭാഗം ശരിയാക്കാനും ശ്രമിക്കുന്നത്. പക്ഷെ അദ്ദേഹം അത് വിടാറില്ല. അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ചിലത് ശരിയാവും. ഇപ്പോൾ സ്വർണ്ണപ്പള്ളിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലൂടെ പോകുന്ന കാര്യമാണ്. അതൊക്കെ പറയാം. 25 വർഷമായിട്ട് VD സതീശൻ ഇവിടെ സിറ്റിംഗ് MLA ആയിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇതുവരെ ഈ മണ്ഡലത്തിൽ ഒരു പരാജയം നേരിട്ടിട്ടില്ല. അപ്പം തുടർന്നും ആ ഒരു വിജയം അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാവോ? 25 വർഷം MLA ആയി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ പറവൂരിൻ്റെ വികസനം മറ്റ് സമീപ മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിലയിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യമാകും. പറവൂരിലൊരു വികസനം എന്ന് പറയുന്നത് ഇതുവരെ പറവൂരൊരു സമഗ്രമായിട്ടുള്ളൊരു വികസനത്തിനുള്ളൊരു പദ്ധതി ഇന്ന് വരെ പ്രഖ്യാപിച്ചിട്ടില്ല. പറവൂരിൻ്റെ വികസനം ആ 25 വർഷം മുമ്പുള്ള അതേ രീതി തന്നെയാണ് ഇന്നും. വികസനം 25 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു ശക്തമായിട്ടുള്ള പ്രതിപക്ഷ സ്ഥാനാർത്ഥി ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു. അതുകൊണ്ട് സതീശന് ആ ഒരു ഏണിയിൽ കയറി MLA ആകാൻ കഴിഞ്ഞു എന്നല്ലാതെ ശക്തമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി ഇവിടെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും സതീശൻ തോൽക്കും എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷ.
അപ്പോൾ നിലവിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് നിർവഹിക്കുന്നില്ലേ? 25 വർഷമായിട്ട് കേരളത്തിൽ പറവൂർ മണ്ഡലത്തിലൊരു വികസനം എടുത്തു പറയാവുന്നത് ഏതെങ്കിലും ഒന്ന് ഉണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട്, ഞാൻ പറയാതെ തന്നെ നിങ്ങൾ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. വികസനം കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ MLA മാരും കിട്ടാവുന്ന വികസന ഫണ്ടുകളെല്ലാം കരസ്ഥമാക്കാനും കിഫ്ബി ഫണ്ടിനെ സമീപിച്ച് നിരവധി വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ പറവൂർ മണ്ഡലത്തിൽ മാത്രം ഒരു വികസനവും ഇന്നുവരെ നടന്നിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ ബോധ്യമാവും. അദ്ദേഹം അപ്പം ഈ നിലവിൽ ഈ മണ്ഡലത്തിൽ ഈ പറവൂർ എന്ന മണ്ഡലത്തിൽ MLA എന്നുള്ള നിലയിൽ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ലേ? ഇല്ല, എടുത്തു പറയാവുന്ന ഒരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല. ഉദാഹരണമായിട്ട് ചാത്തനാട് പാലം എത്രയോ വർഷം, 20 വർഷത്തോളമായി ചാത്തനാട് പാലത്തിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് വരെ അത് പൂർത്തിയാക്കി ഒരു ഗതാഗത സൗകര്യം മൂലമ്പള്ളി മുളവാട് ഭാഗത്തേക്ക് ഒരു പാലം, മൂന്നാമത്തെ നടുവിലുള്ള പാലത്തിൻ്റെ നിർമ്മാണത്തിനുള്ള യാതൊരുവിധ സമ്മർദ്ദവും അദ്ദേഹം ചെലുത്തി ആ ഒരു തീരദേശ ഹൈവേ ആ മുളവാട് ഭാഗത്തേക്ക് ഏഴിക്കര തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ എത്തിച്ചേരാനുള്ള ഒരു എളുപ്പ വഴിയായിരുന്നു. അതിൻ്റെ വികസനത്തിന് MLA സമഗ്രമായ ഒരു പദ്ധതി രൂപീകരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ പിണറായിനെയും VD സതീശനെയും താരതമ്യം ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു മുഖ്യമന്ത്രി പദം ഏറ്റവും കൂടുതൽ അർഹനായത് ആരായിരിക്കും? അത് പിണറായി വിജയൻ തന്നെയാണ്. അത് കേരളത്തിൽ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞ് പത്രങ്ങളും മാധ്യമങ്ങളും ഒന്നടങ്കം ഈ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അത് കനകോലുവിൻ്റെ ഒരു പദ്ധതിയാണത്. മൂന്നാമതും LDF വരും, പിണറായി മുഖ്യമന്ത്രിയാവും എന്ന് ഞാൻ പറയില്ല. അത് പാർട്ടി തീരുമാനിക്കും ആരാവും മുഖ്യമന്ത്രി എന്ന്. LDF തന്നെ മൂന്നാമത് ഈ അധികാരത്തിൽ വരും. അപ്പോൾ നമ്മുടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പം ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ജനങ്ങൾ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് VD സതീശനാണ്. അത് അപ്പം അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി, അതായത് VD സതീശൻ മുഖ്യമന്ത്രി ആകാൻ സാധ്യത കാണുന്നുണ്ടോ? ഇല്ല, സാധ്യതയില്ല. അതിൻ്റെ കാരണം എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നടത്തിയിട്ടുണ്ട്. ഇവിടെ പറവൂർ മണ്ഡലത്തിൽ സതീശൻ എന്ന് പറയുന്ന MLA ആയിട്ട് 10-25 വർഷം പൂർത്തിയാണ്. പറവൂരിൻ്റെ ഒരു വികസനവും ഇതുവരെ നാളിതുവരെ കണ്ടിട്ടില്ല. ഒരു വികസന പ്രവർത്തനവും നടത്താൻ കേരളത്തിലെ ഏക മണ്ഡലമാണ് പറവൂർ മണ്ഡലം. 25 വർഷമായിട്ട് അദ്ദേഹം ഇവിടുത്തെ സിറ്റിംഗ് MLA ആണ്. പക്ഷെ വികസനം ഒന്നും നടന്നിട്ടില്ല. നിങ്ങൾ പരിശോധിക്ക്, ഈ പറവൂർ മണ്ഡലത്തിൽ കോട്ടുപള്ളി പഞ്ചായത്തിൻ്റെ ഭാഗം പരിശോധിക്ക്, ഏത് വികസനമാണ് നടന്നിട്ടുള്ളത്? ഒരു പുതിയ വ്യവസായവും കൊണ്ടുവന്നിട്ടില്ലല്ലോ, വേറെ പദ്ധതികൾ കൊണ്ടുവന്നിട്ടില്ല, ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. ഈ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് സ്കൂളുകൾ, അതുപോലെ ആരോഗ്യരംഗത്ത് ഇപ്പോൾ പത്രമാധ്യമങ്ങൾ വലിയ തോതിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് വലിയ പ്രചരണം നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ഈ കേരളത്തിൽ അധികാരത്തിൽ 3ാം ടൈമും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അപ്പോൾ നിലവിൽ നമുക്കറിയാം LDF സർക്കാരിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതായത് ശബരിമല വിഷയമാണെങ്കിലും അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൂടുതലും ജനങ്ങളുടെ ഒരു അഭിപ്രായം പറയുന്നതെന്ന് പറഞ്ഞാൽ പിണറായി സർക്കാർ 10 വർഷത്തെ ഭരണം മടുത്തു എന്ന് പറയുന്നവരുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയല്ലേ. ഏത് ചാനലും എടുത്തു വന്നാലും ഈ ഗവൺമെൻറ്റിനെതിരായിട്ട്, അത് ഭരണകക്ഷിക്കെതിരായിട്ടേ വരുള്ളൂ. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് നിലവിൽ ഒരു ഭരണത്തിലിരിക്കുന്ന കക്ഷിക്കെതിരായിട്ട് ഒട്ടനവധി പ്രത്യേകിച്ച് വിശേഷിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന പ്രദേശത്ത് ഇതുപോലുള്ള വിഷയങ്ങളുണ്ടാവും. അപ്പം മുഖ്യമന്ത്രി, അതായത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിൽ പൂർണ്ണമായിട്ടും ചേട്ടൻ സംതൃപ്തനാണോ? മുഖ്യമന്ത്രി കുറവുകൾ പരിഹരിച്ചു പോകും. ഇപ്പം നമുക്കറിയാം ഒരു പറവൂരുകാരൻ എന്ന നിലയിൽ VD സതീശൻ എന്ന MLA കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? MLA സംബന്ധിച്ച് പ്രത്യേകിച്ച് വേറെ അഭിപ്രായങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ചൊരു അഭിപ്രായമില്ല. ഏതായാലും കഴിഞ്ഞ 25 വർഷമായിട്ട് തുടർച്ചയായിട്ട് അദ്ദേഹം ഇവിടെ MLA ആയിട്ട് വരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. യാതൊരുവിധ വികസന പ്രവർത്തനങ്ങൾ, പല പദ്ധതികൾ ഇവിടെ
കൊണ്ടുവന്നിട്ടില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ ഇത് കാരണമാണ് സ്കൂളുകളും മറ്റ് വികസന പ്രവർത്തനങ്ങൾ തനതായി ഒരു വികസന പ്രവർത്തനം ഒരു പുതിയ മേഖലയിൽ കടന്നു കയറാനാണ്. അല്ലെങ്കിൽ ഇപ്പം തന്നെ പറവൂർ ടൗണിൽ കോടതി പരിസരം കണ്ടില്ലേ? കോടതിയുടെ റോഡുകളെ സംബന്ധിച്ച് ആ റോഡുകളൊക്കെ വളരെ മോശമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ വികസന പ്രവർത്തനം എന്ന് പറയുന്നത് ഏത് വിധത്തിലാണ് ഈ നടപ്പാക്കിയതെന്ന് നമുക്ക് ഒരു പിടുത്തമില്ല. 25 വർഷമായിട്ട് സിറ്റിംഗ് MLA ആണ്. അപ്പം അദ്ദേഹം ഇവിടെ ഈ മണ്ഡലത്തിൽ ഒരു പരാജയം നേരിട്ടിട്ടില്ല. അപ്പോൾ അതൊരു ജനങ്ങളുടെ പിന്തുണ കൊണ്ടല്ലോ. അത് കൂടുതലും ഇവിടെ BDJS ആണ് ഇടതുപക്ഷ ഈ മൂന്നാമതൊരു കക്ഷിയായിട്ട് BJP ആണ് ഇവിടെ അധികാരം. അവരുടെ ഒരു നായേഴ്സിന് ഇത്തിരി സ്ട്രോങ് ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സതീശൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ഇവിടെ മത്സരിക്കുമ്പോൾ സ്വാഭാവികം BJPയുടെ വോട്ട് വളരെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെ വലിയ മറ്റ് മണ്ഡലങ്ങളിൽ കിട്ടുന്ന തോതിലുള്ള അത് മറിക്കുകയാണ് വോട്ട് കച്ചവടം നടക്കുന്ന ഒരു പ്രദേശമാണ്, പ്രത്യേകിച്ച് ഈ പറവൂർ മണ്ഡലത്തിൽ. ഇപ്പം കൂടുതൽ ഉയർന്നു വരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് VD സതീശനും BJPയും ഒത്തു കളിക്കുന്നു എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? അതെ, അത് പൂർണ്ണമായിട്ടും അത് ശരിയാണ്, ശരിയായ രീതിയാണ്. എന്ന് വെച്ചാൽ കരുത്തിട്ട ഒരു സ്ഥാനാർത്ഥി BJPയുടെ വോട്ട് പിടിക്ക് ഇഷ്ടം നിലവിൽ നല്ല വോട്ടിംഗ് പാറ്റേണുള്ള പ്രവർത്തകരുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ ഇത് മിക്കവാറും വോട്ട് കച്ചവടമാണ്. അതുകൊണ്ട് തന്നെയാണ് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി BD സതീശന് ഇവിടെ ജയിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ മറ്റൊരു ആശങ്കയെന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം പെൻഷൻ കൂട്ടി പിണറായി സർക്കാർ. അപ്പം ഇനി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അത് തുടർച്ചയായിട്ട് കിട്ടുമോ എന്നൊരു ആശങ്ക സംശയമാണ്. എല്ലാത്തരം പെൻഷനുകളും ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന അനുഭവം സർക്കാരിൻ്റെ ഇതിനു മുമ്പുണ്ടായിരുന്ന ഭരിച്ച 10 വർഷത്തിന് മുമ്പ് UDF ആണ് ഇവിടെ അധികാരത്തിൽ വന്നത്. ആ അധികാരത്തിൽ വന്നതിന് ശേഷം പെൻഷൻ 10 മിനിറ്റ് കാലം മുടങ്ങിക്കിടന്ന ആ അനുഭവം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് ജനം വിശ്വസിക്കുന്നുണ്ട്. അപ്പം VD സതീശൻ അധികാരത്തിൽ വന്നിട്ട് UDF അധികാരത്തിൽ വന്ന് VD സതീശൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ പിണറായിനെയും VD സതീശനെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ആരായിരിക്കും കൂടുതൽ യോഗ്യനായിട്ടാണ് തോന്നുന്നത്? അതിപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ മുഖ്യമന്ത്രി ആരാണെന്ന് പറയാൻ പറ്റില്ല. പിണറായി വിജയനാണോ വേറെ ആരെങ്കിലാണെന്ന് പറയാൻ പറ്റില്ല. VD സതീശൻ ഏതായാലും മുഖ്യമന്ത്രിയാവില്ല. അതിൽ 4 മുഖ്യമന്ത്രിമാരാണ് ഇപ്പം നിലവിൽ കച്ചകെട്ടി ഇരിക്കുന്നത്. ഒന്ന് വേണുഗോപാൽ, ഒന്ന് രമേശ് ചെന്നിത്തല. അതൊരു വലിയ മത്സരമായിരിക്കുള്ളൂ. ഗ്രൂപ്പ് വഴക്കിൻ്റെ മുഖ്യമന്ത്രിമാരായിട്ട് 4 പേര് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പം അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര് അധികാരത്തിൽ വരുമെന്നാണ് തോന്നുന്നത്? UDF ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും, യാതൊരു സംശയവും. അപ്പോൾ ഒരു പറവൂരുകാരി എന്ന നിലയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുകയാണെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നിയിരിക്കും. മുഖ്യമന്ത്രിയാകും, ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 25 വർഷം മുഖ്യമന്ത്രി ആയാലും ഒന്നും ചെയ്യൂലെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഉണ്ട് കാര്യം. അപ്പം അങ്ങോരിക്കണ കാര്യം വലിയ കാര്യമുള്ളൂ. ഞാനാണ് കാര്യം തുറന്നു പറയും, മനസ്സിലായ? മുഖ്യമന്ത്രി ആകണമെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. ഇപ്പം ഞങ്ങൾ ഒരു 10-20 പെണ്ണുങ്ങൾ പോയി വീട്ടിൽ അങ്ങനെ പോയി കൊണ്ടുവന്നു ഇവിടെ പെരുമ്പടന്നേലി കൊണ്ടുവന്നിട്ട് ചീതൂക്കടമെന്ന് പറയും. അവിടെ കൊണ്ടുവന്ന് റോഡ് കാണിച്ചു കൊടുത്തപ്പോഴാണ് മലക്കണത്, മനസ്സിലായ? ആ റോഡ് ഇപ്പം ശരിയായി വരെയാണ്. പിന്നെ VD സതീശൻ്റെ ഒരൊറ്റ ഇതാണ്. അപ്പോൾ 25 വർഷമായിട്ട് അദ്ദേഹം ഇപ്പോൾ MLA ആണ്. അപ്പോൾ അവിടെ ഈ പറവൂരിൽ എന്തൊക്കെ വികസനങ്ങളാണ്? വോട്ട് ചെയ്ത് പോയാൽ പിന്നെ തിരിഞ്ഞു നോക്കൂല. അവിടെ എങ്ങും വോട്ട് ചെയ്ത് പോയാൽ പിന്നെ ഒരാളും വരില്ല. ഇങ്ങേറ്റം പോയാൽ മെമ്പർ വരെയും വരില്ല അവിടെ. അതാണ് മെമ്പറും വന്നിട്ടില്ല. ആ റോഡ് ഞങ്ങളുടെ കിടക്കണണ്ട നിങ്ങൾ അതിശയിക്കും. കുണ്ടും കുഴിയായിട്ട് കിടക്കണം ഞങ്ങളുടെ എന്ന് പറയുന്നത്. ചീതൂക്കളത്തിൽ ഇങ്ങാട് പോന്നെ ഈ പെരുമ്പടന്നിലോട്ട് വന്ന വഴി, ആ ഷാപ്പും വഴി വരെ അറിയാമോ? ഇപ്പം അവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴിയെല്ലാം ശരിയായി. ഇവിടെ നിന്ന് ഈ പെരുമ്പടന്നിൽ നിന്ന് അങ്ങോട്ടുള്ള വഴി ശരിയായി. അത് സതീശനെ കൊണ്ടുവന്നേ പിന്നെയാണ് ശരിയാക്കിയത്. അവരിവിടെ കൊണ്ടുവന്ന് കയറാവേ ഇത് കാറൊക്കെ പിടിച്ചിട്ട് അങ്ങനെ. അല്ല, നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിലവിലുള്ളത് ഈ മണ്ഡലത്തിലാണ്? വഴി പ്രശ്നം, വെള്ളപ്പൊക്കം, വെള്ളം പൊങ്ങിക്കിടക്കണ ഇവിടെ കെട്ടിൻ്റെ ഇത് പൊങ്ങാഞ്ഞിട്ടേ ഈ സീവാള് പൊങ്ങാഞ്ഞിട്ട് വെള്ളം മുട്ടിക്കിടക്കുകയാണ്. വെള്ളൊരു കെട്ടുകാരി വെള്ളം കയറ്റി കഴിഞ്ഞാൽ അപ്പം വെള്ളം മുങ്ങും, പറമ്പ് മുങ്ങും, നമ്മുടെ വീടിൻ്റെ മുറ്റവും മുങ്ങും. അങ്ങനെയാണ്. വികസനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ ഒന്നും ഒരു വികസനവും ഇല്ല മോനെ. ഏക്കാലം അവർ പറഞ്ഞാൽ താഴെപക്ഷക്കാരാണ്, മനസ്സിലായ? പണിയെടുത്താൽ ജീവിക്കുക, അത്രയേ ഉള്ളൂ. ആരും കൊണ്ടൊന്നും വീട്ടിൽ തരും. പിന്നെ ഈ 2000 രൂപ 1600 രൂപ കിട്ടിയെന്ന് വെച്ച് അതൊരു സഹായം. അത് കുറേ നാളായിട്ട് കിട്ടിയില്ലല്ലോ. പിണറായി അതും വെച്ചില്ലേ അവിടെ? പിണറായി തിന്ന് മുടിപ്പിച്ചില്ലേ?
അതും പറയണം. എന്തായി? അതെ, നല്ല വിലോപ്പി 250. മോനെ തരാന്ന് പറയണല്ലാണ്ട് ഇപ്പോഴും തന്നിട്ടില്ല കാശി. വോട്ട് പിണറായിക്കൊക്കെ കഴിഞ്ഞൊല്ലൊക്കെ ചെയ്ത്, ഈ കൊല്ലം ചെയ്തില്ല, മാറ്റിക്കളഞ്ഞു. സത്യം പറഞ്ഞത്. പിണറായിയുടെ കുറേ നാളത്തെ പിടിച്ച് അതും വെച്ചിട്ടുണ്ട് പിണറായി ഭരിച്ചപ്പം. ഭരണവും ഇപ്പം അത് തന്നെയല്ലേ, അതും പിടിച്ചു വെച്ചേക്കല്ലേ. തിന്നട്ടെ, അങ്ങോട്ട് തക്ക കട്ട് തിന്നട്ടെ. ചാലിൽ വന്നാലും ശരിയാണ്. ഞാനിത് ഉള്ളത് വെറുതെ പറഞ്ഞല്ല, നേരാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്നത്? ആരും വിജയിക്കുമെന്ന് നമുക്കൊരു ഉറപ്പില്ല. നന്മ ചെയ്യണേര് വിജയിക്കും. നാടിന് എന്ത് ചെയ്യണ് അവർ വിജയിക്കും. അതാണ്, അത്രേ ഉള്ളൂ. പിണറായി ഇനി ജയിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ഇവിടെ വികസനം കൊണ്ടുവരുമെന്ന് തോന്നുന്നുണ്ടോ? കൊണ്ടുവരുമായിരിക്കും, കൊണ്ടുവരും. ഇപ്പം അവിടെ റോഡൊക്കെ കാണിച്ചതിൻ്റെ പേരിൽ ഒക്കെ കൊണ്ടുവരും, വികസനം കൊണ്ടുവന്നിരിക്കും. അതേ മുഖ്യമന്ത്രി ആകുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നൽ ആൾക്കാർക്കിടെ ജനങ്ങൾക്കിടെ വോട്ടിൻ്റെ പുറത്ത് ആയിരിക്കും അല്ലേ മോനെ? ജനങ്ങൾക്കിടെ കയ്യാണിത്. അല്ലാതെ മോളിൽ നിന്ന് പൊട്ടിയിടുന്നല്ല വോട്ട്. അതാരും നന്മ ചെയ്യണ് അവർക്കുണ്ടാവും. ഇങ്ങനെ ഈ റോഡ് ശരിയാക്കി തന്നാൽ ഈ 50 വോട്ടും കിട്ടുമെന്ന് പറഞ്ഞാൽ 50 വോട്ടും ചെയ്തവർ ആ സ്ഥലത്ത് പിറ്റേ ആഴ്ച തന്നെ വന്ന് റോഡ് അവിടെ മന്ത്രിനെ ഈ സതീശനെ വിളിച്ചുകൊണ്ട് വന്നിട്ടേ ആ പിറ്റേ ആഴ്ചയിൽ റോഡ് വരെയാണ് അവിടെ. അതൊന്ന് പോയി കാണും. അങ്ങാട് ഇവിടെ നിന്ന് അങ്ങാണ്ട് ഒരു റോഡുണ്ട് പാലത്തിൻ്റെ ഇറക്കിൽ. ആ റോഡ് എവിടം വരെ ആയെന്നൊന്നും ചെന്ന് നോക്കും. ഇത്ര നാളും ഒരാളും ചെയ്തില്ല. ആ റോഡ് 2-3 കൊല്ലോട്ട് നശിഞ്ഞ് കിടക്കുകയായിരുന്നു. കാര്യത്തിന് നടപടി ഉണ്ടായപ്പോൾ സതീശനെ കൊണ്ടുവന്നു ഉണ്ടാകാൻ വേണ്ടി. എന്താ കഴിഞ്ഞ സീസണിൽ സതീശനെ ജയിപ്പിച്ച് കയ്യും കാണിച്ച് അങ്ങോട്ട് പോയതാണ്. പിന്നെ കൈ കാണിക്കാൻ വന്നിട്ടില്ലല്ലോ. അപ്പോൾ പോയി കൊണ്ടുവന്നു. ഞങ്ങളുടെ അവിടെ നിന്ന് തന്നെയാണ്, ഞങ്ങളുടെ പടിഞ്ഞാറ് വശത്ത് നിന്ന് തന്നെയാണ്. ഞാൻ പോയില്ല, അങ്ങനെ പോയി കൊണ്ടുവന്നു. ദേ ചോദിച്ചു നോക്കിക്കോ സതീശനോട്. ദേ പിറ്റാഴ്ചയിൽ റോഡ് അതെവിടെ നിന്ന് ഉളച്ചി, എവിടെ നിന്ന് വന്ന്? അതാണ് അത് അറ്റം വരെ. അതായത് ഈ ഷാപ്പുംപടിക്ക തെക്കുവശം തയ്യപ്പിന്ന് തുടങ്ങി അങ്ങാടെല്ലാം റെഡിയായി, ഒക്കെ ടൈലിട്ടേക്കാണ്. ആരുടെ വണ്ടി ഇതാണെങ്കിലും ശരിയാണ്, പണ്ട് ആരുടെ ആണെങ്കിലും ശരിയാണ്. റോഡ് നന്നായി, ഇനി ഞങ്ങളുടെ വഴി മാത്രമേ നന്നാകാനുള്ളൂ. അത് മെയിൻ്റെനൻസ് എന്നാണ് പറഞ്ഞത്. അവിടെ ജയിച്ച പെണ്ണേ, കോൺഗ്രസ്സിൽ നിന്ന് ജയിച്ച പെണ്ണ്. ആരെങ്കിലും എല്ലാത്തിലും കൈയിട്ട് വാരിയാലും എങ്ങനെയാണ്? ആരെങ്കിലും ഒരാളെ ജയിപ്പിച്ച് നമുക്ക് എന്തെങ്കിലും കാര്യം നേടണ്ടേ അല്ലേ? ഈ ഇപ്പോൾ നരേന്ദ്രമോദിനെ ജയിപ്പിച്ച് അങ്ങോട്ട് വന്ന് ഇവിടെ എന്ത് ചെയ്യാനാണ്? ഇത് നമ്മുടെ മണ്ഡലമാണല്ല, മനസ്സിലായ? അതെല്ലാം കൊണ്ടുവന്ന് കാണിക്കാം. പിണറായിനെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുമോ? ഇതേ എടുത്ത് വെച്ചേക്കണം. എന്നാ ശരി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യണത്. അതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പം ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി പദവി ആർക്ക് കിട്ടുമെന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് എന്ന് പറയുന്നത് വി ഡി സതീശനാണ്. അപ്പം ഒരു പറവൂരുകാരൻ, അതായത് സ്വന്തം മണ്ഡലത്തിലെ MLA ആണ് വി ഡി സതീശൻ. അപ്പം അദ്ദേഹത്തിന് ഇനി ഒരു മുഖ്യമന്ത്രി പദവി ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചും കിട്ടുമെന്ന് തോന്നുന്നില്ല. മുഖ്യമന്ത്രിയായിട്ട് കിട്ടാൻ സാധ്യത ഇല്ല. കാരണം ഇന്ന് കോൺഗ്രസ്സിൽ ഈ സതീശനെതിരെ തന്നെ അവരുടെ ജീവപ്പെട്ട ആൾക്കാർ എതിരാണ്. അപ്പോൾ ആ നിലക്ക് ഒരു ഭരണം കിട്ടിയാലും സതീശൻ മുഖ്യമന്ത്രിയാകാൻ സാധ്യത ഇല്ല. അവിടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അദ്ദേഹം ഇപ്പം നമുക്കറിയാം 25 വർഷമായിട്ട് പറവൂർ മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ആണ്. അപ്പോൾ ഇവിടെ ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഒരു പരാജയം നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതൊരു ജനങ്ങളുടെ പിന്തുണ ഉള്ളതുകൊണ്ടല്ലേ? ജനങ്ങളുടെ പിന്തുണ ഉണ്ട്, പക്ഷെ അത് ഇത്തവണ മിക്കവാറും അത് ഉണ്ടാവാൻ സാധ്യതയില്ല. അതിനുള്ള കാരണം എന്താ? അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു കാര്യം ശരിക്കും ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചെയ്തോടത്തൊക്കെ ചെയ്തെന്നാ പറയണേ. ഇപ്പോൾ നമ്മൾ വയനാട് അവിടെ നിന്ന് കാശ് എടുത്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം. ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഇതൊക്കെ വാർത്തകളിൽ കാണുന്നു, പേപ്പറുകളിൽ കാണുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇത്. പിന്നെ ഇപ്പോൾ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയും. ഞങ്ങൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. അപ്പോൾ എങ്ങനെയാണെന്ന് ഇപ്പോൾ മിക്കവാറും എന്നെ സംബന്ധിച്ച് മാത്രമല്ല, പൊതുവേ ഒരു അഭിപ്രായം എതിരാണ് ഈ സതീശന്. അതേ ഈ 25 വർഷം ഭരിച്ചിട്ടും MLA ആയിട്ടും ഇവിടെ പറവൂരിന് വേണ്ടിയിട്ട് ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലേ? വികസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല റോഡ് ഒക്കെ നന്നാക്കിയിട്ടുണ്ട്, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പണി പൂർത്തിയാകാത്തത്
ചിലത് പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇല്ല എന്നൊന്നും പറയാനും പറ്റൂല. ആ അത് കുറേ കാശ് മുടക്കി ചെയ്തതല്ലേ, എന്നിട്ട് ഇപ്പോഴും പൊളിഞ്ഞ് കിടക്കുകയാണ് കച്ചേരി കോമ്പൗണ്ട്. പിന്നെ നമുക്ക് വേറെ എന്തെന്നാ പറയാനുള്ളത്? നമ്മൾ ആലോചിച്ചെടുക്കുകയാണെങ്കിൽ ഇതൊരു ഉദ്ദേശമില്ലാത്ത ഒരു കാര്യമല്ലേ. അപ്പം വേറെ ഒന്നും. ഇപ്പം നിലവിലൊരു ആരോപണം എന്ന് പറയുന്നത് VD സതീശൻ BJP ആയിട്ട് ഒത്തുകളിക്കുന്നു, അങ്ങനെ ഒരു ആരോപണമുണ്ട്. എന്ന് പറയുന്നുണ്ട്, പക്ഷെ നമുക്കറിയില്ല അവർ ഒത്തുകളിക്കണത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്നും അറിയാൻ പാടില്ല. തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പരിസ്ഥിതി അനുസരിച്ച് തോന്നണം. കാരണം അല്ലാണ്ട് പിന്നെ ഇവർ പറയണത് അവർ കൂട്ടുപിടിക്കണം, അവർ പറയണത് ഇവർ കൂട്ടുപിടിക്കണം. അപ്പോൾ അവർ തമ്മിലൊരു ഇതുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിലവിലെ LDFന്റെ ഭരണത്തെ എങ്ങനെയാണ് കാണുന്നത്? LDFന്റെ ഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ നാട്ടിലും ഈ നമ്മളുടെ ഈ പല വികസന പ്രവർത്തനങ്ങളും LDF സർക്കാർ ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് അഭിമാനമുള്ളൂ. ഇപ്പോൾ പല കാര്യം ഇപ്പോൾ അവർ നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പലതും ഇവിടെ ചെയ്ത് പ്രകടന പത്രികയിൽ പറഞ്ഞത് അത് എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഇത് മാത്രം പറയാനുള്ളത്, ഈ ക്ഷേമ പെൻഷൻ 2500 എന്നുള്ളത് 2000 കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം കൂടി 200, അതിൻ്റെ അങ്ങേ മാസം 600, ഇങ്ങനെ കൂട്ടി 2000 രൂപ ആക്കിയിട്ടുണ്ട്. ഇനി കൂട്ടാതിരിക്കട്ടെ. നമുക്ക് അറിയാം സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടെന്നറിയാം. എന്നാലും അവർ കടോ കിഫ്ബി എവിടെ നിന്നൊക്കെ കടമൊക്കെ മേടിച്ച് ഇത് തന്നെ ഉണ്ട്. അത് കിട്ടാത്തതുകൊണ്ട് എന്തോരം രോഗികൾ ഈ കാശ് കിട്ടിയിട്ട് മരുന്ന് മേടിക്കാനും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നുള്ളത് അറിയാവുന്ന കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൽ പങ്ക് പറ്റണമുണ്ടല്ലോ. ഈ BJPക്കാരും പറ്റണുണ്ട്, UDFകാരും പറ്റുന്നുണ്ട്, മുസ്ലിം ലീഗും പറ്റുന്നുണ്ട്, മാർക്സിസ്റ്റുകാരും പറ്റുന്നുണ്ട്. എല്ലാവരും അതിൻ്റെ വിഹിതം പറ്റുന്നുണ്ട്. അതിന് കുഴപ്പമില്ല. വിഹിതം പറ്റുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല. കുറ്റം പറയാൻ മാത്രമേ ആൾക്കാരുള്ളൂ. നിലവിലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്നാണ് തോന്നുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും LDF വരുമെന്നുള്ളതാണ് എൻ്റെ ഇത്. പക്ഷെ ചിലപ്പോൾ അവർക്ക് സീറ്റ് കുറയായിരിക്കാം. നേരത്തെ ഉള്ളേക്കാൾ സീറ്റ് ചിലപ്പോൾ കുറേ പല വിഷയങ്ങളുണ്ടല്ലോ, ശബരിമല അത് ഇതൊക്കെ പറഞ്ഞ് സ്വർണ്ണക്കൊള്ള ആ കൊള്ള എന്നൊക്കെ പറഞ്ഞ് ഉണ്ടല്ലോ. അതിൻ്റെ പേര് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ആ ഒരു ഇത് വെച്ച് മിക്കവാറും കുറേ സീറ്റുകൾ ചിലപ്പോൾ LDFന് കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പം പിണറായി വിജയൻ അതുപോലെ VD സതീശൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആരായിരിക്കും കൂടുതൽ അർഹനായിട്ടുള്ളത്? ഇപ്പം പിണറായിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റങ്ങളും കൊണ്ടുവരും? മാറ്റങ്ങൾ VD സതീശൻ വന്നല്ല, ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ആരായിരിക്കും ബെറ്ററായിട്ട് വരുന്നത്? അത് ഇപ്പോഴത്തെ വരുമ്പോൾ നമുക്ക് പിണറായി വിജയൻ തന്നെ വരണമെന്നാണ്. കാരണം പുള്ളി ഉറച്ച് സംസാരിക്കുന്നതാണ്. അതിന് ഒരു അണു കൂടെ വ്യത്യാസം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇനി മറ്റുള്ളവരുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പം നമുക്ക് അടുത്തിടെ തന്നെ ഇവിടെ കോൺഗ്രസ്സിലായിട്ടുണ്ടായിരുന്ന ഒരാൾ പ്രസന്നകുമാരി എന്ന് പറയുന്ന ഒരു ആൾ നമ്മൾ BJPയിലോട്ട് പോയി. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ അവസരവാദം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടി ജീവിക്കാനല്ല, കാശുണ്ടാക്കാൻ വേണ്ടി പല വഴിക്കും ആൾക്കാർ കാലുമാറും. ഇന്നിപ്പോൾ ഇതിന് നിൽക്കും. ഇപ്പോൾ BJPയിലുള്ളവർ കോൺഗ്രസ്സിൽ പോവും, കോൺഗ്രസ്സിലുള്ളവർ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പോവും. ഇന്നിപ്പോൾ കണ്ടുവരുന്ന പ്രവണതയുണ്ട്. എവിടെയെങ്കിലും ഒരു പാർട്ടിയിൽ ഉറച്ചൊന്നുകൂടെ അത് നിൽക്കില്ല. എന്തിനു വേണ്ടിയാണ്? അധികാരമോഹം, അതിനു വേണ്ടിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ സ്വന്തം നാട്ടുകാരനാണ് ചേട്ടൻ. അപ്പം ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് ആ സ്ഥാനത്ത് നിന്ന് മാറി മുഖ്യമന്ത്രി പദത്തിലോട്ട് അദ്ദേഹം വരുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പദവിയിലോട്ട് വരണമെന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. 25 വർഷമായി ഇവിടെ സിറ്റിംഗ് MLA ആയിട്ട് അങ്ങോട്ട് ജോലി ചെയ്യണത്. അപ്പോൾ അതിൻ്റെ പേരിൽ പുള്ളി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ വരണമെന്നുള്ള താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. നിലവിൽ അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിൽ ഒരു തോൽവി നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പം ഇനിയും അത് തന്നെ ഇതുവരെയായിട്ടും തോൽവി നേരിട്ട് വന്നിട്ടില്ല, ഇനിയും വരാൻ സാധ്യതയില്ല. അദ്ദേഹം തന്നെ ജയിക്കുള്ളൂ, ആ കാര്യം ഉറപ്പാണ്. അപ്പം ജനങ്ങൾക്ക് ഇത്രയും താല്പര്യം വരാൻ എന്താണ് കാരണം? താല്പര്യം നല്ല കാര്യങ്ങൾ മാത്രമേ അങ്ങോട്ട് ചെയ്തിട്ടുള്ളൂ, അല്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. ദോഷം തന്നെ ഒരു കാര്യങ്ങളും സതീശൻ ചെയ്തിട്ടില്ല ഇത്രയും വർഷമായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ജനങ്ങൾ ഇത്രയും 25 വർഷമായിട്ട് ഇവിടുത്തെ സിറ്റിംഗ് MLA ആണ് അങ്ങനെ.
ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ വരണമെന്നുള്ള താല്പര്യക്കാരനാണ് ഞാൻ. നിലവിലെ പറവൂരിലെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം എത്രത്തോളം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. എന്നാലും പ്രധാനമായിട്ട് പല കാര്യങ്ങളും പുള്ളി ചെയ്തിട്ടുണ്ട്. ഇവിടെ വാട്ടർ ടാങ്ക് മുതൽ വെള്ളം കിട്ടാത്ത സമയം വരെ ഉണ്ടായിരുന്നു. അതൊക്കെ പുള്ളി പണിതേക്കണതാണ്. ഇപ്പം നിലവിലൊരു ഇപ്പോൾ LDF സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പം നിലവിൽ പ്രതിപക്ഷം എന്നുള്ളൊരു നിലയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അതായത് ഭരണകൂടത്തെ ഭരണത്തെ വിമർശിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ചെയ്താറുണ്ട്. പുള്ളി പറയണ കാര്യങ്ങളൊക്കെ സത്യമുള്ള കാര്യങ്ങളാണ്. ഒന്നും മോശമായിട്ട് പറയണ കാര്യങ്ങളൊന്നുമല്ല. നല്ല മരിങ്ങുള്ള ആളാണ്. 25 വക്കീലുമാണ്. അതിൻ്റെ പേരിൽ നിലവിൽ നല്ല കാര്യങ്ങൾ മാത്രമേ അയാൾ ഈ പറവൂർ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വന്നാൽ പുള്ളി മുഖ്യമന്ത്രി ആകുമെന്നുള്ള താല്പര്യം എനിക്ക് അറിയാൻ പാടില്ല. മുഖ്യമന്ത്രി ആയാൽ നല്ലത്. 25 വർഷമായില്ലേ അവർ നിൽക്കണത്. ഇനിയിപ്പോൾ 30-ാം വർഷത്തിലോട്ട് പോകണം. എനിക്കും ഉറപ്പാണ്. നിലവിലെ പിണറായി സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് എന്താണ്? അതിനെപ്പറ്റിയൊന്നും എനിക്ക് പറയാനില്ല. ആ സർക്കാരിൻ്റെ ഭരണത്തെപ്പറ്റി ദോഷം പറയാനായിട്ടുള്ള അധികാരമൊന്നും എനിക്കില്ല. അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകണം. UDF വരണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ല. ആര് ഭരിച്ചാലും ഇവിടുത്തെ ജനങ്ങൾ പണിയെടുത്താൽ ജീവിക്കാം, അത്രേ ഉള്ളൂ. പണിയെടുത്താൽ ജീവിക്കാം, അല്ലാതെ ആരും മന്ത്രിമാരൊന്നും കൊണ്ടുവന്ന് വരികയൊന്നുമില്ല. എൻ്റെ താല്പര്യം അങ്ങനെയാണ്. ഇനി എന്തായാലും ചോദിക്കാണ്ടേ ചോദിച്ചോ. ഇപ്പം നേരത്തെ പറഞ്ഞു 25 വർഷമായിട്ട് അദ്ദേഹം ഈ മണ്ഡലത്തിൽ സിറ്റിംഗ് MLA ആണെന്ന് പറഞ്ഞു. അപ്പം നിലവിൽ ഏതെങ്കിലും ഒരു 2-3 കാര്യങ്ങൾ, അതായത് ഈ പറവൂരിലെ വികസനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന എന്തെങ്കിലും മനസ്സിൽ ഓർത്തിട്ടില്ല. നിങ്ങളിങ്ങനെ വരുമോ എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. അല്ലെങ്കിൽ ഞാനത് മനസ്സിൽ ഓർത്ത് വെച്ചേനെ. നല്ല കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തേക്കണേ എന്നുള്ളത് എനിക്കറിയാം. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ കാര്യം ഉറപ്പാണ്. ചെയ്യാതിരുന്നിട്ട് ഈ മണ്ഡലത്തിൽ അത്രയും പ്രയത്നങ്ങൾ പുള്ളി ചെയ്ത് 25 വർഷമായില്ലേ, പിന്നെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ചെയ്തിട്ടില്ലേ, അതല്ലേ നിങ്ങൾ നോക്കേണ്ടത്. ശരിയെന്നാ. ഒരു പറവൂരുകാരൻ എന്ന നിലയിൽ VD സതീശൻ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും നമുക്ക് തോന്നുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കോൺഗ്രസ്സാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ പുള്ളി നല്ലൊരു മെമ്പറാണ്. അപ്പോൾ അത് കാരണം സതീശൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വികസനം കൂടുതലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 25 വർഷമായിട്ട് അദ്ദേഹം സിറ്റിംഗ് MLA ആണ് ഇവിടെ. അപ്പോൾ അദ്ദേഹം ഇവിടെ ഈ മണ്ഡലത്തിൽ ഒരു തോൽവി നേരിട്ടിട്ടില്ല. അപ്പോൾ അത്രയും ജനങ്ങളുടെ ഒരു പിന്തുണ അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു പിന്തുണ അടുത്ത മുഖ്യമന്ത്രി പദത്തിലോട്ടുള്ള ഇതിലും കൂടെ കാണുമോ? തീർച്ചയായിട്ടും അതിനകത്ത് മുഖ്യമന്ത്രി സതീശൻ വരാനാണ് ഞങ്ങൾക്ക് ഒരുപാട്, എന്നെപ്പോലുള്ള ആൾക്കാർക്ക്, കുറച്ച് ആൾക്കാർക്ക് താല്പര്യം. അപ്പോൾ അദ്ദേഹം നിലവിലെ അദ്ദേഹത്തിൻ്റെ ഈ വികസന പ്രവർത്തനങ്ങൾ, ഈ പറവൂർ എന്ന മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം സജീവമായിട്ടാണ്? ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് റോഡുകളുണ്ട്. ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് വിളിച്ചാരം ചെയ്തേക്കുന്നത്. നിലവിലെ LDFന്റെ ഭരണത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? അത് ഞാനതിനെ ചിന്തിക്കാറില്ല. നമ്മൾ വർക്കിന് പോകും. അപ്പം ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അപ്പം അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്നാണ് തോന്നുന്നത്? UDF ആണോ LDF ആണോ? ചേട്ടനൊരു അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഉറപ്പായിട്ടും നമ്മുടെ ആ ടീം തന്നെ ജയിക്കുള്ളൂ. അപ്പം ഇനി അടുത്ത ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ മാറുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും VD സതീശൻ വരണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പം നിലവിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലേറുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും വരും. അപ്പം ഈ പറവൂര് മണ്ഡലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 25 വർഷമായിട്ട് അദ്ദേഹം VD സതീശൻ സിറ്റിംഗ് MLA ആണ്. അദ്ദേഹത്തിന് ഇവിടെ ഒരു പരാജയം നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതിനുള്ള ഒരു കാരണമായിട്ട് എന്താണ് തോന്നുന്നത്? അല്ല, അദ്ദേഹം ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചു പോണതും. പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആവണമെന്നും ഉള്ള എല്ലാ ആൾക്കാരുടെയും ആഗ്രഹം അത് തന്നെയാണ്. 25 വർഷത്തെ ഒരു വികസനത്തിൻ്റെ, അതായത് പറവൂരിലെ വികസനത്തെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഒരു 2-3 പദ്ധതികൾ അതായത് പറവൂരിനായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതികൾ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അത് ഞാൻ കളമശ്ശേരിയിലാണ്. എന്നാലും ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യേണ്ടെന്നുള്ളത് നമുക്കറിയാം. ഇപ്പം നിലവിലൊരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹം നല്ല രീതിയിലാണോ? തീർച്ചയായും അദ്ദേഹം നിറവേറ്റുന്നുണ്ട്. നിലവിലെ LDF സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സർക്കാരൊക്കെ ഇതൊക്കെ തന്നെ, സ്വർണ്ണക്കള്ള കൊള്ള, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെ അടിപോയിരിക്കണം. അപ്പോൾ ഒരു പറവൂരുകാരൻ എന്ന നിലയിൽ VD സതീശൻ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ടോ? അല്ല, കോൺഗ്രസ്സുകാർക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ VD സതീശനായിരിക്കും മിക്കവാറും മുഖ്യമന്ത്രി. ഇപ്പം 25 വർഷമായിട്ട് അദ്ദേഹം ഈ മണ്ഡലത്തിൽ സിറ്റിംഗ് MLA ആയിട്ട് നിലനിൽക്കുക. അദ്ദേഹം ഇതുവരെ ഒരു പരാജയം നേരിട്ടിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു കാരണം, അത് ജനങ്ങൾക്ക് അത്രത്തോളം അദ്ദേഹത്തോട് ഒരു താല്പര്യം ഉണ്ടെന്നാണ് അത് കാണിക്കുന്നത്. ആണെന്ന് പറയാം.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതായത് ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം എത്രമാത്രം പറവൂർ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ സജീവമാണ്? അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഇതിനു മുമ്പുള്ള പല MLA ഉണ്ടല്ലോ. KT ജോർജ് എന്ന് പറഞ്ഞ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ഇവിടുത്തെ തന്നെ MLA ആയിരുന്നല്ലോ. അങ്ങേരും കോൺഗ്രസ് ആയിരുന്നു. പിന്നെയുള്ള ശിവൻപിള്ള, അങ്ങേരെ CPI-കാരനായി. അപ്പം ഇങ്ങനത്തെ കാര്യം എനിക്ക് ഇത്തവണ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റില്ല. ഏത് പാർട്ടി ജയിക്കും അല്ലെങ്കിൽ ഏത് പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടും എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ VD സതീശൻ ഒരു മുഖ്യമന്ത്രി സ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ടോ? കോൺഗ്രസ് അധികാരത്തിൽ വരാണെങ്കിൽ മിക്കവാറും അദ്ദേഹത്തിന് തന്നെ ചെയ്യും. അപ്പം നിലവിലെ പിണറായി സർക്കാരിൻ്റെ ഭരണം വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ UDF അധികാരത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? വരേണ്ടതാണ്. കാരണം ഇടതുപക്ഷത്തിൻ്റെ ഭരണം വളരെ പല വിധത്തിലും മോശമായിരുന്നു. ഒരു പറവൂരുകാരൻ എന്നുള്ള നിലയിൽ അടുത്ത തവണ, അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ എത്തുവാണെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് തോന്നുന്നുണ്ടോ? അവർ ഏതായാലും ആക്കൂല അയാളെ. കാരണം എന്താണ്? അത് പിന്നീട് അറിയാനില്ല കാരണം എന്താണെന്നുള്ളത്. ഇപ്പം 30-35 കൊല്ലോട്ട് അയാൾ ഇവിടുത്തെ MLA ആയിട്ടിരിക്കണം. ഇതുവരെ അയാൾക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം, ഒരു മന്ത്രിസ്ഥാനം വരെയും കൊടുത്തിട്ടില്ല. അത് കൊടുക്കുകയില്ല ഇവർ. അപ്പം നിലവിൽ 25 വർഷമായിട്ട് ഇപ്പോൾ സിറ്റിംഗ് MLA ആണ് അദ്ദേഹം. അപ്പം അദ്ദേഹം ഒരു പരാജയം ഈ മണ്ഡലത്തിൽ നേരിട്ടിട്ടില്ല. അത് ജനപിന്തുണ ഉള്ളത് കൊണ്ടാണോ? അത് പിന്തുണ കൊണ്ട് ഇപ്പോഴത്തെ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറിയാം അടുത്ത ഇതെങ്ങനെയാണെന്നുള്ളത്. എന്തായാലും ഇത് തന്നെ മൂന്നാം ഭരണം LDF പിണറായി തന്നെ വരും കേരളത്തിൽ. പിണറായിയാണ് അടുത്ത മുഖ്യമന്ത്രി. കേരളത്തിൽ പിണറായി മന്ത്രിസ്ഥാനം തന്നെ മൂന്നാം മുന്നണിയായിട്ട് വന്നിരിക്കും. അത് നല്ല ഭരണങ്ങളും ഈ പാവപ്പെട്ടവർക്കുള്ള സഹായ സഹകരണം ഇതെല്ലാം ചെയ്തു കൊടുക്കാനുണ്ട്. VD സതീശൻ ഈ പറവൂർ മണ്ഡലത്തിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ? വികസന പ്രവർത്തനങ്ങൾ കുറേശ്ശൊക്കെ നടത്തിയിട്ടുണ്ട്. അല്ലാണ്ട് ഇത് മൊത്തം നടത്തിയിട്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് ഒരു പറവൂരുകാരൻ എന്ന നിലയിൽ ചേട്ടൻ നോക്കിക്കാണുന്നത്? പുള്ളി കുഴപ്പമില്ലാത്തൊരു നേതാവ് തന്നെയാണ്, കുറ്റം പറയാനില്ല. എന്നാലും മൂന്നാം ഭരണം LDF തന്നെ വരും, പിണറായി തന്നെ മുഖ്യമന്ത്രി. ഭരണത്തിൽ ചേട്ടൻ ഓക്കെയാണോ? ഓക്കെയാണ്, 100% ഓക്കെയാണ്. അത് അപ്പം നിലവിലുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ? അഴിമതി ആരോപണങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ. എന്താണ് അഴിമതി ആരോപണങ്ങൾ തന്നെ? ഇപ്പം സർക്കാരല്ലല്ല, ഇതിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അഴിമതി നടത്തുന്നത്. അല്ലാണ്ട് ഒരു സർക്കാരും അല്ല ഒരു ഇതും പാർട്ടിയും അഴിമതി നടത്തുന്നില്ല. ഉള്ള നടത്തണം എന്ന് വെച്ചാൽ ഈ ഇത് തന്നെ ഇതിൻ്റെ തലപ്പത്ത് ഇരിക്കണ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡായാലും മറ്റുള്ള ഇതായാലും അത് 100%. അതിന് ഏത് രാഷ്ട്രീയക്കാർ വന്നാലും ഇവിടെ ഇത്ര പുരോഗമനം ഉണ്ടാകാൻ പോകണുള്ളൂ, ഇത്ര ജനങ്ങൾക്ക് കൊടുക്കാനുള്ളു. ഇപ്പം നമുക്കറിയാം 25 വർഷമായിട്ട് VD സതീശൻ ഈ മണ്ഡലത്തിൽ MLA ആയിട്ട് നിലനിൽക്കുകയാണ്. പക്ഷേ അപ്പോഴും ഒരു വികസനവും നടത്തിയിട്ടില്ലെന്നാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞു, വികസനം നടത്തിയിട്ടില്ലെന്നല്ല പറഞ്ഞു, വികസനം നടത്തുന്നുണ്ട്. അത് ഉൾഗ്രാമത്തിൽ അങ്ങനെ വന്നിട്ടില്ല. ഇതിപ്പോഴാണ് ഞങ്ങൾ ഇത്ര മുട്ടിന് വെള്ളത്തിൽ നീന്തിയാണ് വന്നിരുന്നത്. ഇപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷനോടുകൂടി തന്നെ ജനങ്ങൾ വോട്ട് ബഹിഷ്കരിച്ചതിന് ശേഷമാണ് ഇപ്പം അത് കാരണം ഞങ്ങൾക്ക് നീന്തി പോരാണ്ടിരിക്കാൻ വേണ്ടി ഇപ്പോൾ 2 ഇലക്ഷനോടുകൂടി ഇപ്പോൾ റോഡിൻ്റെ പണി തീർന്നിട്ടില്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പം പാലം വരുന്നതുകൊണ്ട് കുഞ്ഞിത്തെ ചെട്ടിക്കാട് എന്ന് പറഞ്ഞത് ഇന്ന് വരെ അത് രംഗത്തേക്ക് വന്നിട്ടില്ല. 5 കോടി രൂപ അവിടെ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഫെബ്രുവരി 15-ാം തീയതി വരുമെന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഇന്ന് വരെ അതിനൊരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല. ചെട്ടിക്കാട് കുഞ്ഞിത്തൈ, എൻ്റെ നാട് കുഞ്ഞിത്തൈയാണ്, അതായത് പറവൂർ വടക്കേക്കര. വടക്കേക്കരയിൽ നിന്നും ബാലകൃഷ്ണനാണ് പറയുന്നത്. അവിടെ ഒരു കടുത്തുണ്ട്, കടുത്തിറക്കി ഇന്ന് വരെ വരും എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരനൊരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല. അവിടെ വന്നിട്ട് എല്ലാവരും അതിനെപ്പറ്റി തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ച് പോയിട്ടുണ്ട്. ഇന്ന് വരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. 5 കോടി രൂപ അവിടെ ബോർഡ് പടിഞ്ഞാറക്കടയിൽ എഴുതിയും വെച്ചിട്ടുണ്ട്, ബോർഡ് പടവും പുള്ളിക്കാരൻ്റെ പടവും വെച്ചിട്ടുണ്ട്, പ്രസ്റ്റും വെച്ചിട്ടുണ്ട്. ഇന്ന് വരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതായത് കുഞ്ഞിത്തെ ചെട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലം
ഞാൻ കുഞ്ഞിത്തേക്കാരനാണ്, ചെട്ടിക്കാടുകാരനാണ്. ചെട്ടിക്കാട് ഇന്നൊരു അതിനൊരു തീരുമാനം താങ്കളിൽ നിന്ന് വരലേ ഉണ്ടായിട്ടുമില്ല, ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടുമില്ല. അപ്പോൾ മുഖ്യമന്ത്രി ആവുമെന്നുള്ളൊരു തീരുമാനം ഞങ്ങളുടെ ഇതിലുണ്ടെങ്കിലും അതിനൊരു നമ്മ രംഗത്ത് പാർട്ടി ആയാലും കൊള്ളാം, ആരായാലും കൊള്ളാം, അതിനൊരു ഇതുണ്ടായിട്ട് ഇന്നവരെ. പക്ഷേ താങ്കൾ മുഖ്യമന്ത്രി ആവുമെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, കിട്ടുമെന്നുള്ളത് പ്രതീക്ഷ ഉണ്ടെന്നാലും, അതൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടെന്നാലും. പക്ഷേ ഈ പ്രതീക്ഷ നിലവിൽ വരുമെങ്കിൽ അത് നിലവിൽ വരാനുള്ള ഒരു കാര്യങ്ങൾ ആയിരിക്കും. പാലും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് മുഖ്യമന്ത്രിയാവും.